ലോകം മുഴുവൻ നൃത്തം ചെയ്യിച്ച മനുഷ്യൻ. മനുഷ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിച്ച, ആരാധിച്ച ഒരു കലാകാരൻ. സ്റ്റേജിൽ അവനൊരു മാന്ത്രികനായിരുന്നു. ഭൂമിയിലെ ഗുരുത്വാകർഷണ നിയമങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് അവൻ വായുവിൽ ഒഴുകി നടന്നു. പക്ഷേ അവൻ്റെ ജീവിതം അത്ര ലളിതമായിരുന്നില്ല. ക്യാമറകളുടെ ഫ്ലാഷുകൾക്കും സ്റ്റേജിലെ വർണ്ണവിളക്കുകൾക്കും പിന്നിൽ ലോകം കാണാത്ത മറ്റൊരു മൈക്കിളുണ്ടായിരുന്നു. താൻ ആഗ്രഹിക്കാതെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടി വന്ന്, സ്വന്തമായി ഒരു ബാല്യം നിഷേധിക്കപ്പെട്ട്, ഒരുപാട് വേദനകൾ ഉള്ളിലൊതുക്കിയ ഒരു മനുഷ്യൻ. ഇത് വെറുമൊരു പോപ്പ് ഗായകന്റെ കഥയല്ല. ഇത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ഇതിഹാസത്തിന്റെ കഥയാണ്. എങ്ങനെയാണ് ഇന്ത്യാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ഒരു സാധാരണ കുട്ടി ലോകത്തിന്റെ നെറുകയിലെത്തിയത്? എന്തായിരുന്നു ആ പ്രശസ്തിയുടെ വില? നമ്മുടെ കഥ തുടങ്ങുന്നത് അമേരിക്കയിലെ ഇൻഡിയാന സംസ്ഥാനത്തുള്ള ഗാരി എന്ന ചെറിയ നഗരത്തിൽ നിന്നാണ്. വർഷം 1958. വലിയ ഇരുമ്പുരുക്ക് ഫാക്ടറികൾ നിറഞ്ഞ, പുക നിറഞ്ഞ ഒരു നഗരം. അവിടെയുള്ള 2303 ജാക്സൺ സ്ട്രീറ്റിലെ ഒരു ചെറിയ വീട്ടിലാണ് ആ ചരിത്രം ജനിക്കുന്നത്. വെറും 2 ബെഡ്റൂമുകൾ മാത്രമുള്ള ആ കൊച്ചു വീട്ടിൽ എത്ര പേർ താമസിച്ചിരുന്നു എന്നറിയാമോ? 11 പേർ. അതെ, മൈക്കിളിൻ്റെ അച്ഛൻ ജോ ജാക്സൺ, അമ്മ കാതറിൻ, പിന്നെ അവരുടെ 9 മക്കളും. മൈക്കിളിൻ്റെ അച്ഛൻ ജോ ജാക്സൺ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു. ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അയാൾ കഠിനാധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ജോയുടെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു വലിയ സംഗീതജ്ഞനാകണം എന്ന സ്വപ്നം. ദ ഫാൽക്കൺസ് എന്ന പേരിൽ ഒരു ചെറിയ ബാൻഡ് അയാൾ നടത്തിയിരുന്നു. എന്നാൽ ദാരിദ്ര്യവും കുടുംബത്തിൻ്റെ ഭാരവും കാരണം ജോ ജാക്സൺ ആ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ജോ ജാക്സൺ തൻ്റെ സംഗീതമോഹങ്ങൾ അടക്കി വെച്ചത് വീട്ടിലെ ഒരു അലമാരയിലായിരുന്നു. അതെ, അയാളുടെ പ്രിയപ്പെട്ട ഇലക്ട്രിക് ഗിറ്റാർ. ആ ഗിറ്റാർ തൊടാൻ മക്കൾക്കാർക്കും അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ ജോ ജോലിക്ക് പോകുന്ന സമയത്ത് മക്കൾ രഹസ്യമായി ആ ഗിറ്റാർ എടുത്ത് വായിക്കുമായിരുന്നു. ഒരു ദിവസം മൈക്കിളിൻ്റെ ചേട്ടനായ ടിറ്റോ ഗിറ്റാർ വായിക്കുന്നതിനിടയിൽ അതിലെ ഒരു സ്ട്രിങ്, അതായത് കമ്പി, പൊട്ടിപ്പോയി. ജോ ജോലി കഴിഞ്ഞു വന്നപ്പോൾ കാര്യം മനസ്സിലായി. അയാൾ വല്ലാതെ ദേഷ്യപ്പെട്ടു. കുട്ടികളെ ശിക്ഷിക്കാൻ അയാൾ തയ്യാറെടുത്തു. എന്നാൽ ശിക്ഷിക്കുന്നതിനു മുൻപ് ടിറ്റോയോട് ആ ഗിറ്റാർ വായിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. ഭയന്ന് വിറച്ചുകൊണ്ട് ടിറ്റോ ആ ഗിറ്റാർ വായിച്ചു. കൂടെ മറ്റു കുട്ടികൾ പാട്ടുപാടി. ആ നിമിഷം, ആ ചെറിയ നിമിഷം, ജോ ജാക്സൺ എന്ന അച്ഛൻ്റെ തലവര മാറ്റിമറിച്ചു. തൻ്റെ മക്കൾക്ക് അപാരമായ സംഗീതവാസനയുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തനിക്ക് നഷ്ടപ്പെട്ട സ്വപ്നം തൻ്റെ മക്കളിലൂടെ നേടിയെടുക്കാൻ ജോ അന്ന് തീരുമാനിച്ചു. ആ തീരുമാനമാണ് ലോക സംഗീത ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയത്. പിന്നീട് ആ ചെറിയ വീട്ടിൽ നടന്നത് കഠിനമായ പരിശീലനങ്ങളായിരുന്നു. ജാക്സൺ ബ്രദേഴ്സ് എന്ന പേരിൽ ആ കുട്ടികൾ ഒരു ബാൻഡ് തുടങ്ങി. അതിലേറ്റവും ഇളയ ആളായിരുന്നു മൈക്കിൾ. അന്നവന് വെറും 5 വയസ്സാണ് പ്രായം. പുറത്തു മറ്റു കുട്ടികൾ ബേസ്ബോളും ഫുട്ബോളും കളിക്കുമ്പോൾ ഈ കുട്ടികൾ വീടിൻ്റെ ഹാളിൽ വിയർത്തൊലിച്ച് പാട്ടും നൃത്തവും പരിശീലിക്കുകയായിരുന്നു. ജോ ജാക്സൺ ഒരച്ഛൻ എന്നതിലുപരി വളരെ കർക്കശക്കാരനായ ഒരു റിംഗ് മാസ്റ്ററെ പോലെയായിരുന്നു അവരോട് പെരുമാറിയിരുന്നത്. പരിശീലന സമയത്ത് ജോയുടെ കയ്യിൽ എപ്പോഴും ഒരു തുകൽ ബെൽറ്റുണ്ടാകും. നൃത്തത്തിൽ ഒരു ചെറിയ പിഴവ് പറ്റിയാൽ, പാട്ടിൻ്റെ ശ്രുതിയൊന്ന് തെറ്റിയാൽ, ആ ബെൽറ്റ് അവരുടെ ശരീരത്തിൽ വീഴുമായിരുന്നു. യാതൊരു ദയയുമില്ലാതെ അയാൾ അവരെ തല്ലി. ചിന്തിച്ചു നോക്കൂ, ഒരു 5 വയസ്സുകാരൻ കുട്ടി, അവനു വേണ്ടത് അച്ഛൻ്റെ സ്നേഹമല്ലേ? അവനു വേണ്ടത് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നതല്ലേ? പക്ഷേ മൈക്കിളിന് അതൊന്നും കിട്ടിയില്ല. അവന് ലഭിച്ചത് ഭയപ്പെടുത്തുന്ന ഒരു ബാല്യമാണ്. വർഷങ്ങൾക്ക് ശേഷം ലോകമറിയുന്ന വലിയൊരു താരമായി മാറിയതിനു ശേഷം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ മൈക്കിൾ ജാക്സൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓപ്ര വിൻഫ്രിയോട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് എൻ്റെ അച്ഛനെ ഭയമായിരുന്നു. അദ്ദേഹം വരുമ്പോൾ എൻ്റെ വയറ്റിൽ ഒരു കാളൻ അനുഭവപ്പെടും. ചിലപ്പോൾ ഞാൻ ഭയം കൊണ്ട് ഛർദ്ദിക്കുമായിരുന്നു. അതെ, മൈക്കിളിൻ്റെ ഹൃദയത്തിൽ ആ കുട്ടിക്കാലം വലിയൊരു മുറിവാണുണ്ടാക്കിയത്. പക്ഷേ ആ കഠിനമായ ശിക്ഷണങ്ങൾക്കിടയിലും ജോ ജാക്സൺ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു: തൻ്റെ മക്കളിൽ ഏറ്റവും വലിയ പ്രതിഭ ആർക്കാണെന്ന്. അതാ 5 വയസ്സുകാരൻ മൈക്കിളിനായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഒരു മുതിർന്ന ഗായകന്റെ ശബ്ദവും ഭാവവും അവനുണ്ടായിരുന്നു. പ്രശസ്ത ഗായകൻ ജെയിംസ് ബ്രൗണിൻ്റെ നൃത്തച്ചുവടുകൾ മൈക്കിൾ വളരെ എളുപ്പത്തിൽ അനുകരിച്ചു. അങ്ങനെ ആ ബാൻഡിൻ്റെ പേര് മാറി, ദ ജാക്സൺ 5. ഇനി ആ യാത്ര മുകളിലേക്കായിരുന്നു.
ഗാരിയിലെ ചെറിയ നൈറ്റ് ക്ലബ്ബുകളിലും സ്ട്രിപ്പ് ക്ലബ്ബുകളിലുമായിരുന്നു അവരുടെ ആദ്യകാല പ്രകടനങ്ങൾ. മുതിർന്ന ആളുകൾ മദ്യപിച്ചിരിക്കുന്ന ക്ലബ്ബുകളിൽ ഈ ചെറിയ കുട്ടികൾ രാത്രി വൈകുന്നതുവരെ പാട്ടുപാടി. അവിടെ നിന്ന് ലഭിക്കുന്ന നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു സാധാരണ അച്ഛൻ ഒരിക്കലും സ്വന്തം കുട്ടികളെ അത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോകില്ല. പക്ഷേ ജോ ജാക്സന് വേണ്ടത് പണവും പ്രശസ്തിയും മാത്രമായിരുന്നു. അവരുടെ പ്രശസ്തി പതിയെ ഗാരി നഗരം കടന്ന് പുറത്തേക്ക് വളർന്നു. 1967 അവർ ന്യൂയോർക്കിലെ പ്രശസ്തമായ അപ്പോളോ തിയേറ്ററിൽ നടന്ന ടാലന്റ് ഷോയിൽ വിജയിച്ചു. ഇതവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. അന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ റെക്കോർഡ് ലേബലായിരുന്നു മൊട്ടൗൺ റെക്കോർഡ്സ്. അതിൻ്റെ സ്ഥാപകനായ ബെറി ഗോഡി ഈ കുട്ടികളുടെ പ്രകടനം കാണാനിടയായി, പ്രത്യേകിച്ചും ആ കൊച്ചു മൈക്കിളിൻ്റെ. ബെറി ഗോഡിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു 8 വയസ്സുകാരൻ ലോകം കണ്ട ഏറ്റവും മികച്ച ഗായകരെ പോലെ പാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു. അവനിൽ ഒരു വലിയ മാന്ത്രികതയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ ജാക്സൺ 5 മൊട്ടൗൺ റെക്കോർഡ്സുമായി കരാറൊപ്പിട്ടു. ലോകം മുഴുവൻ ആ മാന്ത്രിക ശബ്ദം ആദ്യമായി കേട്ടു. ഐ വോണ്ട് യു ബാക്ക് എന്ന അവരുടെ ആദ്യ ഗാനം പുറത്തിറങ്ങി. അമേരിക്കൻ ചാർട്ടുകളിൽ അത് 1-ാം സ്ഥാനത്തെത്തി. പിന്നാലെ വന്ന ABC, ദ ലവ് യു സേവ്, ഐൽ ബി ഗെയർ എന്നീ തുടർച്ചയായ 4 ഗാനങ്ങളും ബിൽബോർഡ് ചാർട്ടിൽ നമ്പർ 1 ആയി. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പുതിയ ബാൻഡിൻ്റെ ആദ്യത്തെ 4 പാട്ടുകൾ തുടർച്ചയായി 1-ാം സ്ഥാനത്തെത്തുന്നത്. അന്ന് മൈക്കിളിന് പ്രായം വെറും 11 വയസ്സ്. അവർ സൂപ്പർ സ്റ്റാറുകളായി മാറി. എവിടെ പോയാലും ആയിരക്കണക്കിന് ആളുകൾ അവരെ കാണാൻ തടിച്ചുകൂടി. പെൺകുട്ടികൾ അവരെ കണ്ട് അലറിക്കടഞ്ഞു. TV ഷോകൾ, മാഗസിൻ കവറുകൾ, വലിയ വലിയ സ്റ്റേഡിയങ്ങൾ. മൈക്കിൾ ജാക്സൺ എന്ന പേര് അമേരിക്ക മുഴുവൻ അലയടിക്കാൻ തുടങ്ങി. ദാരിദ്ര്യം നിറഞ്ഞ ഗാരിയിലെ ആ ചെറിയ വീട്ടിൽ നിന്ന് അവർ കാലിഫോർണിയയിലെ വലിയൊരു ബംഗ്ലാവിലേക്ക് താമസം മാറി. ജോ ജാക്സന്റെ സ്വപ്നം സഫലമായി. അയാൾ ലോകമറിയപ്പെടുന്ന ഒരു മാനേജറായി. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് മനോഹരമായൊരു സ്വപ്നം പോലെ തോന്നും. പക്ഷെ മൈക്കിളിൻ്റെ ഉള്ളിലെന്തായിരുന്നു? പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആ 12കാരൻ കരയുകയായിരുന്നു. ടൂറുകൾക്കിടയിൽ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലെ അടച്ചിട്ട മുറികളിലായിരുന്നു മൈക്കിളിൻ്റെ ജീവിതം. പുറത്ത് കാത്തു നിൽക്കുന്ന ആരാധകരുടെ തിരക്ക് കാരണം അവന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഹോട്ടലിൻ്റെ ജനാലയിലൂടെ ദൂരെ പാർക്കിൽ മറ്റു കുട്ടികൾ ഓടിക്കളിക്കുന്നതും ചിരിക്കുന്നതും അവൻ നോക്കി നിൽക്കുമായിരുന്നു. സ്വന്തമായി ഒരു സുഹൃത്തു പോലുമില്ലാതെ, സ്കൂളിൽ പോകാൻ കഴിയാതെ, കളിപ്പാട്ടങ്ങളില്ലാതെ ആ വലിയ ഹോട്ടൽ മുറിക്കുള്ളിൽ അവൻ പൊട്ടിക്കരഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ബാലതാരത്തിന് സ്വന്തം ബാല്യം നഷ്ടപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട ആ സന്തോഷങ്ങൾ, ആ കളിപ്പാട്ടങ്ങൾ, ആ കളികൾ, അതാണ് വർഷങ്ങൾക്ക് ശേഷം മൈക്കിളിനെ നെവർലാൻഡ് എന്നൊരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ചരിത്രം പറയുന്നു. ഒരിക്കലും വളരാൻ ആഗ്രഹിക്കാത്ത പീറ്റർ പാൻ എന്ന കഥാപാത്രത്തെ പോലെ ആകാൻ മൈക്കിൾ എപ്പോഴും ആഗ്രഹിച്ചു. കാരണം അവൻ ഒരിക്കലും ഒരു കുട്ടിയാകാൻ കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. 1970കളുടെ പകുതിയോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ജാക്സൺ 5ന്റെ ആദ്യകാലത്തെ ആ വലിയ വിജയങ്ങൾ പതിയെ കുറഞ്ഞുവന്നു. അതിനൊരു പ്രധാന കാരണമുണ്ടായിരുന്നു. മൈക്കിൾ വളരുകയായിരുന്നു. ആ കൊച്ചുകുട്ടിയുടെ രൂപം മാറി അവനൊരു കൗമാരക്കാരനായി. അവൻ്റെ മുഖത്ത് കുരുക്കൾ വന്നു തുടങ്ങി. എല്ലാവരും ആകർഷിക്കപ്പെട്ടിരുന്ന ആ കൊച്ചു ശബ്ദം മാറി ഒരു മുതിർന്ന പുരുഷൻ്റേതുപോലെയായി. മാധ്യമങ്ങൾ എഴുതി തുടങ്ങി. മൈക്കിൾ ജാക്സന്റെ മാന്ത്രികത നഷ്ടപ്പെട്ടു. അവൻ വെറുമൊരു ശരാശരി ഗായകനായി മാറി. മൊട്ടൗൺ റെക്കോർഡ്സ് അവർക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നത് കുറച്ചു. സ്വന്തമായി പാട്ടുകൾ എഴുതാനും കമ്പോസ് ചെയ്യാനും മൈക്കിളിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കമ്പനി അതിന് സമ്മതിച്ചില്ല. താൻ കേവലം ഒരു പാവ മാത്രമാണെന്ന് മൈക്കിളിന് തോന്നിത്തുടങ്ങി. അച്ഛൻ ജോ ജാക്സന്റെ കർശനമായ നിയന്ത്രണങ്ങൾ അവനെ ശ്വാസം മുട്ടിച്ചു. എല്ലാവരും കരുതിയത് മൈക്കിൾ ജാക്സൺ എന്ന ബാലതാരത്തിന്റെ കരിയർ അവിടെ അവസാനിച്ചുവെന്നാണ്. ചരിത്രത്തിൽ അതുവരെ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ബാലതാരങ്ങളും വലുതാകുമ്പോൾ ഫീൽഡ് ഔട്ട് ആകുകയാണ് പതിവ്. മൈക്കിളിനും അതുതന്നെ സംഭവിക്കും എന്ന് ലോകം കരുതി. പക്ഷേ അവർക്ക് മൈക്കിളിനെ അറിയില്ലായിരുന്നു. തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സംഗീതജ്ഞനെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അവൻ തീരുമാനിച്ചു. തൻ്റെ അച്ഛൻ്റെ തണലിൽ നിന്ന്, സഹോദരങ്ങളുടെ ബാൻഡിൽ നിന്ന്, മൊട്ടൗത്ത് എന്ന കമ്പനിയുടെ കെട്ടുപാടുകളിൽ നിന്ന് അവന് പുറത്തു കടക്കണമായിരുന്നു. തനിക്കുള്ളിലെ സംഗീതത്തെ സ്വതന്ത്രമാക്കാൻ അവനൊരു വലിയ തീരുമാനമെടുത്തു. അതെ, ഒരു വലിയ മാറ്റത്തിന് സമയമായിരിക്കുന്നു. ബാലതാരമായ മൈക്കിൾ മരിക്കുകയും ചരിത്രം കണ്ട ഏറ്റവും വലിയ പോപ്പ് സാമ്രാജ്യത്തിൻ്റെ രാജാവ് ജനിക്കുകയും ചെയ്യുന്ന സമയം. അവൻ ലോകം കീഴടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു, പൂർണ്ണമായും ഒറ്റയ്ക്ക്. ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് കൗമാരത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് കടന്ന ഒരു ചെറുപ്പക്കാരൻ. സ്വന്തം അച്ഛൻ്റെ കർശനമായ നിയന്ത്രണങ്ങളിൽ നിന്നും സഹോദരങ്ങളുടെ നിഴലിൽ നിന്നും പുറത്തു കടക്കാൻ അവൻ ആഗ്രഹിച്ചു. ജാക്സൺ 5 എന്ന ബാൻഡിലെ വെറുമൊരു പാട്ടുകാരൻ എന്നതിലുപരി തന്നിലൊരു വലിയ സംഗീതജ്ഞൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മൈക്കിളിന് ഉറപ്പായിരുന്നു. ലോകം അവനെ എഴുതിത്തള്ളാൻ തുടങ്ങിയിരുന്നു. മൈക്കിൾ ജാക്സൺ എന്ന ബാലതാരത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾ വിധിയെഴുതി. പക്ഷേ ഒരു പക്ഷിയെപ്പോലെ കൂട്ടിൽ നിന്നും പറന്നുയരാൻ അവൻ തയ്യാറെടുക്കുകയായിരുന്നു.
ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത്. അവൻ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ താരമായി? ആ യാത്ര തുടങ്ങുന്നത് 1978-ലാണ്. ദ വിസ് എന്നൊരു മ്യൂസിക്കൽ സിനിമയിൽ മൈക്കൽ അഭിനയിക്കാൻ തീരുമാനിച്ചു. ഒരു സോളോ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള മൈക്കിളിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഗീത ലോകത്തെ മാറ്റിമറിച്ച ഒരു വലിയ കൂടിക്കാഴ്ച നടക്കുന്നത്. അമേരിക്കൻ സംഗീതരംഗത്തെ അതികായനായ ഇതിഹാസ സംഗീത സംവിധായകൻ ക്വിൻസി ജോൺസിന് മൈക്കിൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ക്വിൻസി ജോൺസിന് അന്ന് 45 വയസ്സുണ്ട്. മൈക്കിളിന് വെറും 19 വയസ്സും. എന്നാൽ ആദ്യമൊന്നും ക്വിൻസി ജോൺസിന് മൈക്കിളിനെ വലിയ കാര്യമായി തോന്നിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മൈക്കിൾ വെറുമൊരു പോപ്പ് ഗായകൻ മാത്രമായിരുന്നു. എന്നാൽ ആ സിനിമയുടെ റെക്കോർഡിംഗ് സമയത്ത് മൈക്കിളിൻ്റെ സമർപ്പണവും സംഗീതത്തോടുള്ള അവൻ്റെ ഭ്രാന്തമായ പ്രണയവും ക്വിൻസി ജോൺസ് നേരിട്ട് കണ്ടു. പാടുമ്പോൾ ഓരോ വരികളിലും മൈക്കിൾ നൽകുന്ന വികാരങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം ക്വിൻസി ജോൺസ് മൈക്കിളിനോട് ചോദിച്ചു, നിന്റെ പുതിയ സോളോ ആൽബം ചെയ്യാൻ നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മൈക്കിൾ വളരെ വിനയത്തോടെ മറുപടി നൽകി, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ആ നിമിഷം ജനിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു. എന്നാൽ മൈക്കിളിൻ്റെ റെക്കോർഡ് കമ്പനിയായ എപ്പിക് റെക്കോർഡ്സിന് ഈ തീരുമാനത്തോട് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. ക്വിൻസി ജോൺസ് പഴയകാലത്തെ ജാസ് സംഗീതം ചെയ്യുന്ന ആളാണെന്നും പുതിയ തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടില്ലെന്നും അവർ വാദിച്ചു. പക്ഷേ മൈക്കിൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. തൻ്റെ ഉള്ളിലെ സംഗീതത്തെ കൃത്യമായി പുറത്തുകൊണ്ടുവരാൻ ക്വിൻസിക്ക് മാത്രമേ കഴിയൂ എന്നവന് ഉറപ്പായിരുന്നു. അച്ഛൻ ജോ ജാക്സന്റെ എതിർപ്പുകളെപ്പോലും മറികടന്ന മൈക്കിൾ ആ തീരുമാനമെടുത്തു. അങ്ങനെ 1979 ആ മാന്ത്രിക കൂട്ടുകെട്ടിൽ നിന്ന് മൈക്കിളിൻ്റെ ആദ്യത്തെ വലിയ സോളോ ആൽബം പുറത്തുവന്നു, ഓഫ് ദ വാൾ. ഡിസ്കോ, പോപ്പ്, R&B എന്നീ സംഗീത ശാഖകളെ അതിവിദഗ്ധമായി കോർത്തിണക്കിയ ആ ആൽബം സംഗീത ലോകത്ത് വലിയൊരു തരംഗമായി മാറി. ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫ്, റോക്ക് വിത്ത് യു തുടങ്ങി ആ ആൽബത്തിലെ പാട്ടുകൾ ഡാൻസ് ഫ്ലോറുകളെ പ്രകമ്പനം കൊള്ളിച്ചു. ലോകമെമ്പാടുമായി ഏകദേശം 2 കോടിയിലധികം കോപ്പികളാണ് ആ ആൽബം വിറ്റഴിക്കപ്പെട്ടത്. ജാക്സൺ 5-ൽ നിന്നും പുറത്തുവന്ന മൈക്കിളിൻ്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. താൻ കേവലം ഒരു ബാലതാരമല്ലെന്നും ലോകമറിയപ്പെടുന്നൊരു സോളോ ആർട്ടിസ്റ്റാണെന്നും അവൻ തെളിയിച്ചു. എന്നാൽ ഈ വലിയ വിജയത്തിന് ശേഷവും മൈക്കിളിൻ്റെ മനസ്സിൽ വലിയൊരു സങ്കടമുണ്ടായിരുന്നു. അത്രയും മികച്ചൊരാൽബമായിരുന്നിട്ടും ആ വർഷത്തെ ഗ്രാമി അവാർഡുകളിൽ മികച്ച ആൽബത്തിനുള്ള നോമിനേഷൻ ഓഫ് ദ വാളിന് ലഭിച്ചില്ല. മൈക്കിളിന് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടാണോ തന്നെ സംഗീതലോകം മാറ്റി നിർത്തുന്നത് എന്നവൻ ചിന്തിച്ചു. അന്ന് രാത്രി സ്വന്തം മുറിയിലിരുന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ആ കണ്ണുനീർ പിന്നീട് വലിയൊരു വാശിയായി മാറുകയായിരുന്നു. അവൻ തന്നോട് തന്നെ ഒരു പ്രതിജ്ഞയെടുത്തു, ഇനിയൊരിക്കലും അവർക്കെന്നെ അവഗണിക്കാൻ കഴിയില്ല. എൻ്റെ അടുത്ത ആൽബം സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൽബമായിരിക്കും. അതിലെ ഓരോ പാട്ടും സൂപ്പർ ഹിറ്റായിരിക്കും. ലോകം മുഴുവൻ ആ പാട്ടുകൾ കേൾക്കും. ആ വാശിയിൽ നിന്നാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ സംഗീത വിസ്മയം പിറവിയെടുക്കുന്നത്. 1982-ൽ മൈക്കിളും ക്വിൻസി ജോൺസും വീണ്ടും സ്റ്റുഡിയോയിൽ ഒന്നിച്ചു. വെറുമൊരു ആൽബം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ആ ആൽബത്തിലെ ഓരോ പാട്ടും 1-ാം സ്ഥാനത്തെത്തണം. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനമായിരുന്നു പിന്നീട്. ഉറക്കമില്ലാത്ത രാത്രികൾ. ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ചെറിയൊരു താളം ശരിയാക്കാൻ വേണ്ടി മാത്രം അവർ ദിവസങ്ങളോളം സ്റ്റുഡിയോയിൽ ചിലവഴിച്ചു. മൈക്കിൾ തൻ്റെ ശരീരവും മനസ്സും പൂർണ്ണമായും ആ സംഗീതത്തിനായി സമർപ്പിച്ചു. അങ്ങനെ 1982 നവംബർ 30-ന് ലോക സംഗീത ചരിത്രത്തെ 2-ആയി പകുത്തുകൊണ്ട് ആ ആൽബം പുറത്തിറങ്ങി, ത്രില്ലർ. ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഒറ്റ ആൽബം ലോകത്തെ മുഴുവൻ എങ്ങനെയാണ് പിടിച്ചുകുലുക്കിയതെന്ന്. ദ ഗേൾ ഈസ് മൈൻ, ബില്ലി ജീൻ, ബീറ്റ് ഇറ്റ് എന്നീ പാട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവന്നു. സംഗീതലോകം അതുവരെ കേട്ടിട്ടില്ലാത്ത തരം മാന്ത്രികതയായിരുന്നു അതിൽ. റോക്ക് സംഗീതവും പോപ്പുമെല്ലാം കൂടിച്ചേർന്ന ഒരു അത്ഭുതം. എന്നാൽ അവിടെയും മൈക്കിളിന് വലിയൊരു കടമ്പ കടക്കാനുണ്ടായിരുന്നു. അന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മ്യൂസിക് വീഡിയോകൾ കണ്ടിരുന്നത് MTVയിലൂടെയായിരുന്നു. എന്നാൽ MTV അന്ന് കറുത്ത വർഗ്ഗക്കാരായ ഗായകരുടെ വീഡിയോകൾ സംപ്രേഷണം ചെയ്യാറില്ലായിരുന്നു. മൈക്കിളിൻ്റെ ബില്ലി ജീൻ വീഡിയോ അവർ നിരസിച്ചു. ഇത് വലിയൊരു വിവാദമായി മാറി. മൈക്കിളിൻ്റെ റെക്കോർഡ് കമ്പനിയായ CBS വലിയൊരു ഭീഷണി മുഴക്കി. മൈക്കിളിൻ്റെ വീഡിയോ കാണിച്ചില്ലെങ്കിൽ തങ്ങളുടെ കമ്പനിയിലെ മറ്റു വെള്ളക്കാരായ ഗായകരുടെ വീഡിയോകളും പിൻവലിക്കുമെന്ന് അവർ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ MTV ബില്ലി ജീൻ സംപ്രേഷണം ചെയ്തു. പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ്. ആ ഒരൊറ്റ വീഡിയോയോടെ MTVയുടെ തലവര തന്നെ മാറി.
അതുവരെ കാണാത്ത രീതിയിലുള്ള നൃത്തച്ചുവടുകളും ലൈറ്റിങ്ങും കഥ പറയുന്ന രീതിയിലുള്ള വീഡിയോയും പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിപ്പിച്ചു. വർണ്ണവിവേചനത്തിന്റെ വലിയൊരു മതിലാണ് മൈക്കിൾ അവിടെ തകർത്തത്. തുടർന്നു വന്ന ബീറ്റ് ഇറ്റ്, 14 മിനിറ്റ് ദൈർഘ്യമുള്ള ത്രില്ലർ എന്നീ വീഡിയോകൾ സംഗീത വീഡിയോകളുടെ നിർമ്മാണ ശൈലി തന്നെ മാറ്റിയെഴുതി. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ആവേശത്തോടെയാണ് ആളുകൾ മൈക്കിളിന്റെ വീഡിയോകൾ കണ്ടത്. ലോകമെമ്പാടുമുള്ള റെക്കോർഡ് സ്റ്റോറുകളിൽ മൈക്കിളിന്റെ ആൽബം വാങ്ങാൻ ആളുകൾ ഇരച്ചുകയറി. ഒരു ദിവസം മാത്രം ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയി. ത്രില്ലർ വെറുമൊരു ആൽബമായിരുന്നില്ല, അതൊരു സാംസ്കാരിക വിപ്ലവമായിരുന്നു. പക്ഷേ ലോകം മുഴുവൻ മൈക്കിളിനെ ഒരു ദൈവത്തെപ്പോലെ കാണാൻ തുടങ്ങിയത് മറ്റൊരു ദിവസമായിരുന്നു. 1983 മാർച്ച് 25 കാലിഫോർണിയയിലെ പാസഡീന സിവിക് ഓഡിറ്റോറിയം. മൊഡൗൺ റെക്കോർഡ്സിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന മൊഡൗൺ 25 എന്ന പരിപാടി. അമേരിക്കയിലെ ഏറ്റവും വലിയ താരങ്ങളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മൈക്കിൾ തന്റെ സഹോദരങ്ങൾക്കൊപ്പം സ്റ്റേജിൽ വന്ന് പഴയ പാട്ടുകൾ പാടി. അതിനുശേഷം അവരെല്ലാം സ്റ്റേജിൽ നിന്നും മടങ്ങി. സ്റ്റേജിൽ മൈക്കിൾ മാത്രം ഒറ്റയ്ക്ക് നിന്നു. പെട്ടെന്ന് സ്റ്റേജിലെ വെളിച്ചം കുറഞ്ഞു. മൈക്കിൾ ഒരു കറുത്ത ജാക്കറ്റും വെളുത്ത സോക്സും തലയിൽ ഒരു കറുത്ത ഫെഡോറ തൊപ്പിയും ധരിച്ചിരുന്നു. അവന്റെ ഇടതു കൈയിൽ തിളങ്ങുന്ന ഒരു വെളുത്ത ഗ്ലൗസ് ഉണ്ടായിരുന്നു. ചുറ്റും കനത്ത നിശബ്ദത. പെട്ടെന്ന് ആ മാന്ത്രിക സംഗീതം മുഴങ്ങി. ബില്ലി ജീനിന്റെ ആ ഐതിഹാസികമായ ബാസ് ലൈൻ. മൈക്കിൾ തന്റെ തൊപ്പിയൊന്നെടുത്തു വെച്ചു. പിന്നെ ഒരു പോസിൽ നിന്നു. ജനക്കൂട്ടം ആവേശത്താൽ അലറി വിളിക്കാൻ തുടങ്ങി. അവൻ പാടിത്തുടങ്ങി. ഓരോ ചുവടുകളും കാണികളെ അത്ഭുതപ്പെടുത്തി. വായുവിൽ ഒഴുകി നടക്കുന്നതുപോലെയായിരുന്നു അവന്റെ നൃത്തം. പെട്ടെന്ന് പാട്ടിന്റെ നടുവിൽ വെച്ച് അവൻ നിന്നു. തലയിലെ തൊപ്പി താഴേക്ക് താഴ്ത്തി. കാലുകൾ പിന്നോട്ട് തെന്നി മാറാൻ തുടങ്ങി. ഭൂമിയിലെ ഗുരുത്വാകർഷണ നിയമങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതുപോലെ തോന്നിപ്പിച്ച് അവൻ പിന്നിലേക്ക് ഒഴുകി നീങ്ങി. അതെ, ലോകപ്രശസ്തമായ മൂൺ വാക്ക്. ആ നിമിഷം ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരെഴുന്നേറ്റ് നിന്ന് അലറിക്കരഞ്ഞു. ടിവിയിലൂടെ ആ പ്രകടനം കണ്ട് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ അത്ഭുതം കൊണ്ട് വാപൊത്തി. മൂൺവാക്ക് വെറുമൊരു നൃത്തച്ചുവടായിരുന്നില്ല, മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസത്തിന്റെ കിരീടധാരണമായിരുന്നു അത്. ആ 3 സെക്കൻഡ് നീണ്ടുനിന്ന നൃത്തച്ചുവടിലൂടെ അവൻ സംഗീതലോകത്തിന്റെ മുഴുവൻ രാജാവായി മാറി. പിറ്റേ ദിവസം പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ മൈക്കിൾ മാത്രമായിരുന്നു. വഴിയരികിലെ കുട്ടികൾ മുതൽ വലിയ ഹോളിവുഡ് താരങ്ങൾ വരെ ആ ചുവടുകൾ അനുകരിക്കാൻ ശ്രമിച്ചു. നൃത്ത ഇതിഹാസമായ ഫ്രെഡ് അസ്റ്റെയർ മൈക്കിളിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, "നീയൊരു മാന്ത്രികനാണ്. നീ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി." അതോടെ കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. മൈക്കിൾ ജാക്സൺ എന്നത് കേവലം ഒരു ഗായകന്റെ പേരല്ലാതായി മാറി. അതൊരു വികാരമായി, ഒരു മതമായി മാറി. 1984 ഗ്രാമി അവാർഡിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് 8 പുരസ്കാരങ്ങളാണ് മൈക്കിൾ വാരിക്കൂട്ടിയത്. തനിക്കെതിരെ നിന്നവരെയെല്ലാം അവൻ സംഗീതം കൊണ്ട് പരാജയപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള സ്റ്റേഡിയങ്ങളിൽ അവൻ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ജപ്പാനിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമെല്ലാം അവനെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അവൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പട്ടാളത്തെ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു. ചില പെൺകുട്ടികൾ അവനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ബോധം കിട്ടു വീണു. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹവും ആരാധനയുമാണ് അവന് ലഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ മൈക്കിളിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് ആദരിച്ചു. അവൻ ലോകത്തിന്റെ കിങ് ഓഫ് പോപ്പ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാം തികഞ്ഞൊരു ജീവിതം. പണം, പ്രശസ്തി, ആരാധകർ, വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകൾ. ആർക്കും സ്വപ്നം കാണാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു മൈക്കിളിന്റെ വളർച്ച. ഗാരിയിലെ ആ ചെറിയ ഇരുമുറി വീട്ടിൽ നിന്നും, പഴയ കീറിയ ഉടുപ്പുകൾ ധരിച്ചിരുന്ന ആ പാവം പയ്യനിൽ നിന്നും ലോകം മുഴുവൻ കാൽക്കീഴിലാക്കിയ ഒരു ചക്രവർത്തിയായി അവൻ മാറി. പക്ഷേ ഈ വലിയ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടി കയറുന്തോറും അവൻ കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു. റോഡിലൂടെ ഒന്ന് സ്വതന്ത്രമായി നടക്കാനോ ഒരു കടയിൽ പോയി ഇഷ്ടമുള്ള സാധനം വാങ്ങാനോ അവന് കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും അവനു ചുറ്റും കാവൽക്കാരുടെ വലിയൊരു മതിലുണ്ടായിരുന്നു. എവിടെ പോയാലും 100 കണക്കിന് ക്യാമറകൾ അവനെ പിന്തുടർന്നു. അവന് സ്വന്തമായി ഒരു സ്വകാര്യ ജീവിതമില്ലാതായി. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സ്റ്റേഡിയങ്ങളിൽ പാടി അഭിനയിച്ചതിനു ശേഷം രാത്രി വലിയ ഹോട്ടൽ മുറികളിൽ വന്ന് ഒറ്റയ്ക്കിരുന്നവൻ കരയുമായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന വലിയൊരു ജനക്കൂട്ടം പുറത്തുണ്ടെങ്കിലും ഉള്ളിൽ താൻ തികച്ചും ഒറ്റയ്ക്കാണെന്ന് അവന് തോന്നി തുടങ്ങി. താൻ എന്തിനാണോ ഇത്രയും കാലം ഓടിയത്, ആ പ്രശസ്തി തന്നെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങുന്നതായി അവൻ തിരിച്ചറിഞ്ഞു.
ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യനെന്ന പദവി എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം വീടിൻ്റെ പടിവാതിൽ കടന്ന് പുറത്തേക്ക് കാൽ വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ അലറി വിളിക്കുന്ന, ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി സ്വന്തമായി ഒരു ചോക്ലേറ്റ് വാങ്ങാൻ കഴിയാത്ത, എവിടേക്ക് തിരിഞ്ഞാലും ക്യാമറകളുടെ ഫ്ലാഷുകൾ മാത്രം മിന്നിത്തിളങ്ങുന്ന ഒരു ജീവിതം. ലോകഭൂപടത്തിൽ ഏതു കോണിലേക്ക് വിരൽ ചൂണ്ടിയാലും അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പോലും മൈക്കൽ ജാക്സൺ ആരാണെന്ന് അറിയാമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. പ്രശസ്തിയുടെ ഒരു കൊടുങ്കാറ്റാണ് 1980കളിൽ ലോകമാകെ വീശിയടിച്ചത്. ത്രില്ലർ ആൽബം സൃഷ്ടിച്ച വിപ്ലവം ഒരു സാധാരണ വിജയമായിരുന്നില്ല. ലോക സംഗീത ചരിത്രത്തിൽ ഇന്നുവരെ മറ്റൊരു കലാകാരനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്കാണ് അത് മൈക്കിളിനെ കൊണ്ടുപോയത്. 6.5 കോടിയിലധികം കോപ്പികളാണ് ആ ഒറ്റ ആൽബം വിറ്റഴിച്ചത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബം എന്ന ചരിത്ര നേട്ടം അത് സ്വന്തമാക്കി. മൈക്കിൾ വെറുമൊരു പോപ്പ് ഗായകനല്ല, മറിച്ച് സാമ്പത്തികമായി ലോകത്തെ ഏറ്റവും കരുത്തനായ സംഗീതജ്ഞനാണെന്ന് അവൻ തെളിയിക്കുകയായിരുന്നു. 1985 സംഗീതലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകപ്രശസ്ത ബാൻഡായ ദ ബീറ്റിൽസിൻ്റെ 250-ലധികം ഗാനങ്ങളുടെ പകർപ്പവകാശം മൈക്കിൾ സ്വന്തമാക്കി. ഏകദേശം $4 കോടിയിലധികം നൽകി മൈക്കിൾ ആ ഗാനങ്ങളുടെ അവകാശം വാങ്ങിയപ്പോൾ അമേരിക്കൻ ബിസിനസ് ലോകം ഒന്നടങ്കം ആ ചെറുപ്പക്കാരൻ്റെ ബുദ്ധി കണ്ട് അമ്പരന്നു. എന്നാൽ ഈ വൻ വിജയങ്ങൾക്കിടയിൽ മൈക്കിളിൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച വളരെ ഭയാനകമായ ഒരു അപകടം സംഭവിച്ചു. പലരും കരുതുന്നത് മൈക്കിളിൻ്റെ രൂപമാറ്റങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണം വെറും പ്ലാസ്റ്റിക് സർജറികൾ മാത്രമാണെന്നാണ്. എന്നാൽ യഥാർത്ഥ വില്ലൻ മറ്റൊന്നായിരുന്നു. 1984 ജാനുവരി 27 ലോസ് ഏഞ്ചലസിലെ പ്രശസ്തമായ ഷ്രൈൻ ഓഡിറ്റോറിയം, പെപ്സി കൊളയുടെ ഒരു വലിയ പരസ്യചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. പശ്ചാത്തലത്തിൽ പടക്കങ്ങളും തീപ്പൊരികളും പൈറോടെക്നിക്സും ഉപയോഗിച്ചുള്ള അതിഗംഭീരമായൊരു സ്റ്റേജ്. മൈക്കിൾ തൻ്റെ പ്രശസ്ത ചുവടുകളോടെ സ്റ്റേജിലൂടെ ഡാൻസ് ചെയ്തു വരികയാണ്. പെട്ടെന്ന് സാങ്കേതികമായ ഒരു വലിയ പിഴവ് സംഭവിച്ചു. മൈക്കിളിൻ്റെ തലയ്ക്ക് തൊട്ടുപിന്നിൽ ഒരു വലിയ തീഗോളം പൊട്ടിത്തെറിച്ചു. ആ തീപ്പൊരികൾ വന്നു വീണത് മൈക്കിളിൻ്റെ തലമുടിയിലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ആ വലിയ ചുരുണ്ട മുടിയിലേക്ക് തീ പടർന്നു പിടിച്ചു. തൻ്റെ തലയിൽ തീ പിടിച്ചതുപോലും അറിയാതെ മൈക്കിൾ കുറച്ചുനേരം ഡാൻസ് തുടർന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം വേദന കൊണ്ടവൻ പുളഞ്ഞു. സ്റ്റേജിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടി വന്ന് അവനെ നിലത്തേക്ക് തലയിട്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചു. കരിഞ്ഞ മുടിയുടെയും ഉരുകിയ മാംസത്തിൻ്റെയും ഗന്ധം ആ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു. മൈക്കിളിൻ്റെ തലയോട്ടിയുടെ നടുവിലെ തൊലി മുഴുവനായി ഉരുകിപ്പോയിരുന്നു. 2ാം ഡിഗ്രിയും 3ാം ഡിഗ്രിയും പൊള്ളലേറ്റ് അവനെ സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ആ വേദനകൾക്കിടയിലും തന്നെ നോക്കി നിൽക്കുന്ന ആരാധകർക്ക് നേരെ അവൻ തൻ്റെ വെളുത്ത ഗ്ലൗസിട്ട കൈകൾ ഉയർത്തിക്കാണിച്ചു. ആ അപകടം മൈക്കിളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. അസഹനീയമായ വേദന സഹിക്കാൻ ഡോക്ടർമാർ അവന് അതിശക്തമായ വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് നൽകി. ആ മരുന്നുകൾ പതിയെ അവനെ ഒരു അടിമയാക്കി മാറ്റുകയായിരുന്നു. പൊള്ളലേറ്റ തലയോട്ടിയിലെ മുറിവുകൾ ഉണക്കാനും പാടുകൾ മായ്ക്കാനുമായി അവന് പലതവണ സർജറികൾ ചെയ്യേണ്ടി വന്നു. അത് പിന്നീട് പ്ലാസ്റ്റിക് സർജറികളിലേക്കുള്ള അവൻ്റെ വലിയൊരു യാത്രയുടെ തുടക്കമായി മാറി. എന്നാൽ മൈക്കിൾ തളരാനൊരുക്കമായിരുന്നില്ല. വേദനകളെ പല്ലിറുമ്മി സഹിച്ചുകൊണ്ട് 1987 അവൻ തൻ്റെ അടുത്ത വലിയ ആൽബവുമായി ലോകത്തിനു മുന്നിലെത്തി, ബാഡ്. ആ ആൽബത്തിലൂടെ ലോകം കണ്ടത് തികച്ചും വ്യത്യസ്തനായൊരു മൈക്കിളിനെയായിരുന്നു. പഴയ ആ മെലിഞ്ഞ നിഷ്കളങ്കനായ ചെറുപ്പക്കാരനിൽ നിന്നും വളരെ അഗ്രസീവായ കറുത്ത ലെതർ ജാക്കറ്റും നിറയെ ബെൽറ്റുകളുമണിഞ്ഞ ഒരു പുതിയ മൈക്കിൾ. ആൽബത്തിലെ ഓരോ പാട്ടും വീണ്ടും ബിൽബോർഡ് ചാർട്ടുകളിൽ ഒന്നാമതെത്തി. ഒരൊറ്റ ആൽബത്തിൽ നിന്നും 5 ഗാനങ്ങൾ നമ്പർ 1 ആകുക എന്ന ചരിത്ര നേട്ടവും അവൻ സ്വന്തമാക്കി. പിന്നീട് ലോകം കണ്ടത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളായിരുന്നു, ബാഡ് വേൾഡ് ടൂർ. ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് മൈക്കിൾ തൻ്റെ സംഗീതവുമായി യാത്ര തിരിച്ചു. അവൻ പോകുന്ന രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. റോഡിന് ഇരുവശവും അവനെ ഒരു നോക്ക് കാണാൻ ആരാധകർ തടിച്ചുകൂടി. പല രാജ്യങ്ങളിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അവനെ സംരക്ഷിക്കാൻ പോലീസിനും പട്ടാളത്തിനും വരെ ഏറെ പണിപ്പെടേണ്ടി വന്നു. ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ മൈക്കിൾ നടത്തിയ സംഗീത പരിപാടി ഇന്നും ഒരു ഇതിഹാസമായി നിലനിൽക്കുന്നു.
തുടർച്ചയായി 7 ദിവസങ്ങളിലാണ് ആ വലിയ സ്റ്റേഡിയത്തിൽ പരിപാടി നടന്നത്. 5 ലക്ഷത്തിലധികം ആളുകളാണ് ടിക്കറ്റ് എടുത്ത ആ പരിപാടി കണ്ടത്. ടിക്കറ്റ് കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടി. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഡയാന രാജകുമാരിയും ചാൾസ് രാജകുമാരനും മൈക്കിളിന്റെ പരിപാടി കാണാൻ VIP ഗ്യാലറിയിലെത്തിയിരുന്നു. ഡയാന രാജകുമാരി മൈക്കിളിന്റെ വലിയൊരു ആരാധികയായിരുന്നു. പരിപാടിക്ക് മുമ്പ് അവരെ നേരിൽ കണ്ടപ്പോൾ മൈക്കിൾ ഡയാനയോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രശസ്തമായ ഡേർട്ടി ഡയാന എന്ന പാട്ട് ഇന്ന് പാടുന്നില്ല, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതിയാണ്. ഉടനെ ഡയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരുത് മൈക്കിൾ, അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്, നിങ്ങൾ തീർച്ചയായും പാടണം. ആ നിമിഷം മുതൽ ഡയാനയും മൈക്കിളും അടുത്ത സുഹൃത്തുക്കളായി മാറി. മൈക്കിളിൻ്റെ സ്റ്റേജ് ഷോകൾ വെറുമൊരു സംഗീത പരിപാടി മാത്രമായിരുന്നില്ല, അതൊരു മാന്ത്രിക ലോകത്തേക്കുള്ള യാത്രയായിരുന്നു. ആയിരക്കണക്കിന് ലൈറ്റുകൾ, ലേസറുകൾ, വലിയ സ്ക്രീനുകൾ. സ്റ്റേജിൻ്റെ അടിയിൽ നിന്നും ഒരു റോക്കറ്റ് പോലെ മൈക്കിൾ സ്റ്റേജിലേക്ക് തെറിച്ചു വീഴും. എന്നിട്ടവൻ അനങ്ങാതെ നിൽക്കും, ഒരു പ്രതിമ പോലെ, കണ്ണടയ്ക്കാതെ, ശ്വാസം പോലും വിടാതെ 1-2 മിനിറ്റ് അവൻ അങ്ങനെ നിൽക്കും. ആ നിശബ്ദതയിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനക്കൂട്ടം ആവേശത്താൽ അലറിക്കരയും. അവനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ പലർക്കും ബോധം കെട്ട് വീഴാൻ തുടങ്ങും. സെന്റ് ജോൺസ് ആംബുലൻസുകളിലെ നഴ്സുമാർക്ക് ബോധം കെട്ട് വീഴുന്ന ആരാധകരെ ചുമന്ന് ആശുപത്രിയിലെത്തിക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. മൈക്കിൾ തൻ്റെ കണ്ണടയൊന്ന് അഴിച്ചുമാറ്റുമ്പോഴേക്കും ജനക്കൂട്ടം ഭ്രാന്തന്മാരെ പോലെ അലറുമായിരുന്നു. സംഗീതലോകത്ത് ഒരു മനുഷ്യൻ ഇതിൽ കൂടുതൽ എന്താണ് നേടാനുള്ളത്? 1989 പ്രശസ്ത നടി എലിസബത്ത് ടെയ്ലർ ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മൈക്കിളിനെ വേദിയിലേക്ക് ക്ഷണിച്ചു. അവർ അവനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: എൻ്റെ സുഹൃത്ത്, സംഗീത ലോകത്തിൻ്റെ കിങ് ഓഫ് പോപ്പ്, റോക്ക് ആൻഡ് സോൾ എന്ന വാക്കുകൾ ലോകം ഏറ്റെടുത്തു. അന്നു മുതൽ അവൻ ഔദ്യോഗികമായി പോപ്പ് രാജാവ് എന്നറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ പ്രശസ്തിയുടെ ഈ വലിയ പർവ്വതമുകളിൽ അവൻ കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു. എത്ര വലിയ ആൾക്കൂട്ടത്തിനിടയിലും അവൻ ഏകാന്തത അനുഭവിച്ചു. തന്നെ കാണാൻ വരുന്നവരൊക്കെ തൻ്റെ പണവും പ്രശസ്തിയും കണ്ടാണ് വരുന്നതെന്ന് അവന് തോന്നിത്തുടങ്ങി. അവന് സാധാരണ മനുഷ്യരെ പോലെ സിനിമയ്ക്ക് പോകാനോ സുഹൃത്തുക്കളോടൊപ്പം കോഫി കുടിക്കാനോ കഴിഞ്ഞില്ല. എപ്പോഴും കാവൽക്കാരുടെ വലിയ മതിലുകൾക്കിടയിലായിരുന്നു അവൻ്റെ ജീവിതം. ഈ കടുത്ത ഏകാന്തതയിൽ നിന്നും നഷ്ടപ്പെട്ട ബാല്യത്തിൽ നിന്നും രക്ഷ നേടാൻ അവൻ വലിയൊരു തീരുമാനമെടുത്തു: സ്വന്തമായൊരു ലോകം സൃഷ്ടിക്കുക. 1988 കാലിഫോർണിയയിലെ സാന്റാ ബാർബയിൽ ഏകദേശം 2700 ഏക്കർ വിസ്തീർണമുള്ള വലിയൊരു എസ്റ്റേറ്റ് മൈക്കിൾ വാങ്ങി. കുട്ടിക്കാലത്ത് തനിക്കൊരിക്കലും ലഭിക്കാതെ പോയ സന്തോഷങ്ങൾ മുഴുവൻ അവിടെ അവൻ നിർമ്മിച്ചെടുത്തു. അവൻ അതിന് പേരിട്ടു നെവർലാൻഡ് റാഞ്ച്. അതൊരു വീടായിരുന്നില്ല, അതൊരു വലിയ അത്ഭുത ലോകമായിരുന്നു. വലിയ അമ്യൂസ്മെന്റ് പാർക്കുകൾ, ആകാശത്തോളം ഉയരമുള്ള ഫെറീസ് വീലുകൾ, കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ട്രെയിനുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അപൂർവമിനം മൃഗങ്ങളുള്ള വലിയൊരു മൃഗശാല, കൂടാതെ ഒരു സിനിമാ തിയേറ്ററും. മൈക്കിൾ അവിടെ സാധാരണ മനുഷ്യരുമായി ഇടപഴകുന്നത് നിർത്തി. പകരം അവൻ മൃഗങ്ങളുമായി ചെങ്ങാത്തം കൂടി. ബബിൾസ് എന്ന പേരുള്ള ഒരു ചിമ്പാൻസിയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ബബിൾസിന് അവൻ സ്വന്തമായി മുറിയും പട്ടുടുപ്പുകളും നൽകി. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം ആ ചിമ്പാൻസി മൈക്കിളിനൊപ്പമുണ്ടായിരുന്നു. അവൻ പാവങ്ങളെയും രോഗികളായ കുട്ടികളെയും തൻ്റെ നെവർലാൻഡിലേക്ക് ക്ഷണിച്ചു. അവർക്ക് സൗജന്യമായി അവിടെ താമസിക്കാനും കളിക്കാനും ഭക്ഷണം കഴിക്കാനും അവൻ അവസരമൊരുക്കി. ആ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ തൻ്റെ നഷ്ടപ്പെട്ട ബാല്യം തിരികെ കിട്ടുന്നതായി അവന് തോന്നി. പക്ഷേ ലോകം ഇതിനെ മറ്റൊരു കണ്ണിലൂടെയാണ് കണ്ടത്. മൈക്കിളിൻ്റെ ഈ വിചിത്രമായ ശീലങ്ങളെ മാധ്യമങ്ങൾ ആഘോഷമാക്കാൻ തുടങ്ങി. എക്കാലത്തും ലോകത്തിലെ ഏറ്റവും ക്രൂരമായ വർഗമാണ് പാപ്പരാസികൾ. ഒരിക്കൽ തങ്ങൾ വാഴ്ത്തിപ്പാടിയ ആ സൂപ്പർ സ്റ്റാറിനെ എങ്ങനെ തകർക്കാമെന്നായി അവരുടെ ചിന്ത. അവർ മൈക്കിളിനെക്കുറിച്ച് കള്ളക്കഥകൾ മെനയാൻ തുടങ്ങി. ടാബ്ലോയിഡുകൾ അവന് പുതിയൊരു പേര് നൽകി: വാക്കോ ജാക്കോ അഥവാ ഭ്രാന്തൻ ജാക്കോ. മാധ്യമങ്ങളിൽ ദിവസവും വിചിത്രമായ വാർത്തകൾ വന്നു തുടങ്ങി. മൈക്കിൾ ജാക്സൺ 150 വയസ്സുവരെ ജീവിക്കാൻ വേണ്ടി ദിവസവും ഒരു ഹൈപ്പർബാരിക് ഓക്സിജൻ ചേംബറിലാണ് ഉറങ്ങുന്നത് എന്ന് പത്രങ്ങൾ എഴുതി. അവൻ എലിഫന്റ് മാൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മെറിക്കിൻ്റെ അസ്ഥികൂടം വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മറ്റൊരു വാർത്ത. പലപ്പോഴും സ്വന്തം പ്രശസ്തി നിലനിർത്താൻ വേണ്ടി മൈക്കിളിൻ്റെ PR ടീം തന്നെ പടച്ചുവിട്ട കഥകളായിരുന്നു ഇവയെല്ലാം. എന്നാൽ അത് അവന് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ജനങ്ങൾ അവനെ ഒരു സംഗീതജ്ഞൻ എന്നതിലുപരി വളരെ വിചിത്രമായ സ്വഭാവങ്ങളുള്ള ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ കാണാൻ തുടങ്ങി. അതിലും വലിയൊരു ഭൂകമ്പം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
മൈക്കൽ ജാക്സന്റെ ശാരീരിക രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഗാരിയിലെ ആ ചെറിയ വീട്ടിൽ നിന്നും വന്ന കറുത്ത വർഗ്ഗക്കാരനായ പയ്യന്റെ മുഖം പതിയെ പതിയെ മാറുകയായിരുന്നു. അവന്റെ തൊലിയുടെ നിറം വെളുത്തുവരാൻ തുടങ്ങി. വീതിയുള്ള അവന്റെ മൂക്കിന്റെ പാലം ചുരുങ്ങി വളരെ കൂർത്തതായി മാറി. അവന്റെ മുഖത്തെ താടിയെല്ലുകളുടെ ആകൃതി മാറി. അധരങ്ങൾ ചുവന്നു തുടുത്തു. മുടിയുടെ ചുരുളുകൾ മാറി അത് നീളമുള്ളതും സ്ട്രെയിറ്റ് ആക്കിയതുമായി മാറി. ലോകമൊന്നടങ്കം ഞെട്ടലോടെ ആ മാറ്റം നോക്കിക്കണ്ടു. കറുത്ത വർഗ്ഗക്കാരായ ജനത അവനെതിരെ തിരിഞ്ഞു. തന്റെ കറുത്ത വർഗ്ഗത്തിൽ ജനിച്ചതിലുള്ള അപകർഷതാബോധം കൊണ്ടാണോ അവൻ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്ത് ഒരു വെള്ളക്കാരനെ പോലെ ആകാൻ ശ്രമിക്കുന്നത്? അവൻ സ്വന്തം വംശത്തെ തന്നെ തള്ളിപ്പറയുകയാണോ? മാധ്യമങ്ങൾ അവനെ ക്രൂരമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പ്ലാസ്റ്റിക് സർജറികളുടെ ഒരു വലിയ പരീക്ഷണശാലയായി അവന്റെ മുഖം മാറിക്കഴിഞ്ഞിരുന്നു. എന്തിനായിരുന്നു അവൻ ഇതെല്ലാം ചെയ്തത്? തന്റെ അച്ഛൻ ജോ ജാക്സന്റെ മുഖമുമായി തനിക്ക് സാമ്യമുണ്ടാകരുത് എന്ന് വാശിയായിരുന്നോ? അതോ മറ്റെന്തെങ്കിലും ഭയാനകമായ രോഗം അവനെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നോ? പ്രശസ്തിയുടെയും പണത്തിന്റെയും ഏറ്റവും വലിയ സാമ്രാജ്യത്തിലിരുന്നുകൊണ്ട് മൈക്കൽ ജാക്സൺ എന്ന ഇതിഹാസം വിതുമ്പുകയായിരുന്നു. പുറത്ത് അവനെതിരെ വലിയൊരു കൊടുങ്കാട്ട് രൂപപ്പെട്ടുകൊണ്ടിരുന്നു. മാധ്യമങ്ങളും ജനങ്ങളും അവനെ സംശയത്തിന്റെ മുനയിൽ നിർത്തി. എന്നാൽ ഏറ്റവും വലിയ ദുരന്തം അവനെ കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ജീവിതത്തെയും കരിയറിനെയും എന്നേക്കുമായി തകർക്കാൻ പോകുന്ന, ലോകത്തെ മുഴുവൻ ഞെട്ടിക്കാൻ പോകുന്ന ആ വലിയ ആരോപണങ്ങൾ. അതെ, നെവർലാൻഡ് റാഞ്ചിന്റെ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു മനുഷ്യൻ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു. അയാൾ തന്റെ സ്വന്തം മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ കണ്ണാടിയിൽ തെളിയുന്ന ആ രൂപം അയാളുടേതായിരുന്നില്ല. അതൊരു അപരിചിതന്റെ മുഖമായിരുന്നു. ലോകം മുഴുവൻ ആ മനുഷ്യനെ ആരാധിച്ചു. അവന്റെ നൃത്തച്ചുവടുകൾക്കായി കോടിക്കണക്കിന് ആളുകൾ കാത്തിരുന്നു. പക്ഷേ ആ വലിയ ജനക്കൂട്ടത്തിന് നടുവിലും അവന് സ്വന്തം മുഖം നഷ്ടപ്പെടുകയായിരുന്നു. പ്രശസ്തിയുടെ വില എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് തന്റെ സ്വന്തം വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണത്. ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ കോടിക്കണക്കിന് ഡോളറുകളുടെ നടുവിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ആ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലുമായി ലോകമൊരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മൈക്കൽ ജാക്സൺ എന്ന പോപ്പ് ഇതിഹാസത്തിന്റെ ശാരീരിക രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വിചിത്രമായ മാറ്റങ്ങൾ. ഇന്ത്യാനയിലെ ഗാരിയിൽ ജനിച്ചു വളർന്ന, ചുരുണ്ട മുടിയും പരന്ന മൂക്കും കറുത്ത നിറവുമുള്ള ആ പഴയ മൈക്കിളിനെ ലോകത്തിന് ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുന്നത് വിളറിയ വെളുത്ത ചർമ്മവും നീളമുള്ള നേർത്ത മൂക്കും ചുവന്ന ചുണ്ടുകളുമുള്ള ഒരാളാണ്. മൈക്കിളിന്റെ ഈ മാറ്റം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മാധ്യമങ്ങൾ ഒരു ദയയുമില്ലാതെ അവനെതിരെ തിരിഞ്ഞു. ടാബ്ലോയിഡുകൾ വലിയ തലക്കെട്ടുകളിൽ വാർത്തകൾ പടച്ചുവിട്ടു. മൈക്കൽ ജാക്സൺ സ്വന്തം നിറം ബ്ലീച്ച് ചെയ്തു വെളുപ്പിക്കുകയാണോ? കറുത്ത വർഗ്ഗക്കാരായ ജനതയ്ക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. വർണ്ണവെറിക്കെതിരെ പാടിയ തങ്ങളുടെ വംശത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ മൈക്കൽ ഒരു വെള്ളക്കാരനാകാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറികളും കെമിക്കലുകളും ഉപയോഗിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു തുടങ്ങി. പലരും അവനെ വഞ്ചകനെന്ന് വിളിച്ചു. സ്വന്തം വർഗത്തിൽ ജനിച്ചതിലുള്ള നാണക്കേടുകൊണ്ടാണോ അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ടെലിവിഷൻ ചർച്ചകളിൽ അവതാരകർ അലറി വിളിച്ചു. എന്നാൽ സത്യമെന്തായിരുന്നു? ആ വലിയ മാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ എന്തായിരുന്നുവെന്ന് ലോകമറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. 1993 ഫെബ്രുവരി 10 അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. പ്രശസ്ത അവതാരികയായ ഓപ്ര വിൻഫ്രി മൈക്കിളിന്റെ നെവർലാൻഡ് എസ്റ്റേറ്റിൽ വന്ന് അവനുമായി സംസാരിക്കുന്നു. ഏകദേശം 9 കോടിയിലധികം ആളുകളാണ് ലോകമെമ്പാടുമായി ആ ഇന്റർവ്യൂ തത്സമയം കണ്ടത്. മൈക്കിളിനെതിരെ ഉയർന്നുവന്ന എല്ലാ ആരോപണങ്ങൾക്കും അവന്റെ രൂപമാറ്റങ്ങൾക്കുമുള്ള മറുപടി ആ ഇന്റർവ്യൂവിലുണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഓപ്ര വിൻഫ്രി മൈക്കിളിന്റെ മുഖത്ത് നോക്കി വളരെ നേരിട്ട് ആ ചോദ്യം ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു വെള്ളക്കാരനാകാൻ ശ്രമിക്കുകയാണോ? ആ നിമിഷം ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരുന്നു. മൈക്കിളിന്റെ കണ്ണുകൾ നിറഞ്ഞു. വളരെ വികാരഭരിതനായി ഇടറുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞ ആ സത്യം ലോകത്തെ മുഴുവൻ നിശബ്ദമാക്കി. ഇല്ല, ഞാൻ എൻ്റെ നിറം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് വിറ്റിലിഗോ എന്നൊരസുഖമാണ്. എൻ്റെ ചർമ്മത്തിലെ പിഗ്മെന്റേഷൻ അത് നശിപ്പിക്കുകയാണ്.
അതെൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഞാൻ ജനിച്ച എൻ്റെ വംശത്തെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ നിറം നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതെ, അതായിരുന്നു സത്യം. വെള്ളപ്പാണ്ട് എന്ന് നമ്മൾ വിളിക്കുന്ന വിറ്റിലിഗോ എന്ന രോഗമായിരുന്നു അവനെ കാർന്നു തിന്നുകൊണ്ടിരുന്നത്. 80കളുടെ തുടക്കത്തിൽ തന്നെ മൈക്കിളിൻ്റെ ശരീരത്തിൽ ചെറിയ വെളുത്ത പാടുകൾ വന്നു തുടങ്ങിയിരുന്നു. ബില്ലി ജീൻ എന്ന പാട്ടിൻ്റെ ഐതിഹാസികമായ പ്രകടനത്തിൽ അവൻ എന്തിനാണ് ഒരൊറ്റ കൈയിൽ മാത്രം വെളുത്ത ഗ്ലൗസ് ധരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു ഫാഷനായിരുന്നില്ല. അവൻ്റെ കയ്യിൽ വന്ന ആ വെളുത്ത പാടുകൾ ലോകത്തിൽ നിന്നും മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നു അവൻ ആദ്യമായി ആ ഗ്ലൗസ് ധരിച്ചത്. പിന്നീട് ആ പാടുകൾ അവൻ്റെ മുഖത്തേക്കും ശരീരത്തേക്കും പടർന്നു പിടിച്ചു. ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ ശരീരത്തിൽ വെളുത്ത പാടുകൾ വരുമ്പോഴുള്ള ആ ഭീകരാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർസ്റ്റാറിന് എങ്ങനെയാണ് അങ്ങനെ ക്യാമറകൾക്ക് മുന്നിൽ വരാൻ കഴിയുക? അവൻ വലിയ അളവിൽ മേക്കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. തൻ്റെ യഥാർത്ഥ നിറമായ കറുപ്പ് നിലനിർത്താൻ വെളുത്ത പാടുകൾ വന്ന ഭാഗങ്ങളിൽ അവൻ കടുത്ത ബ്രൗൺ നിറത്തിലുള്ള മേക്കപ്പ് അടിച്ചു. ഓരോ സ്റ്റേജ് ഷോകൾക്കും മുൻപും മണിക്കൂറുകളോളമാണ് ഇതിനായി അവൻ ചെലവഴിച്ചത്. എന്നാൽ ക്രമേണ ആ രോഗം അവൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. കറുത്ത നിറത്തിലുള്ള മേക്കപ്പ് അടിക്കുന്നതിനേക്കാൾ എളുപ്പം ശരീരത്തിൽ അവശേഷിക്കുന്ന കറുത്ത പാടുകളിൽ വെളുത്ത മേക്കപ്പ് അടിക്കുന്നതാണെന്ന് ഡോക്ടർമാർ അവനോട് പറഞ്ഞു. അങ്ങനെയാണ് 90കളിൽ മൈക്കിൾ പൂർണ്ണമായും വെളുത്ത നിറത്തിലേക്ക് മാറിയത്. അവൻ ഒരിക്കലും ഒരു വെള്ളക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതൊരു രോഗം മാത്രമായിരുന്നു. അതുകൂടാതെ ഡിസ്കോയിഡ് ലൂപ്പസ് എന്ന മറ്റൊരു ഭയാനകമായ രോഗം കൂടി അവന് വേട്ടയാടിയിരുന്നു. സൂര്യപ്രകാശം ശരീരത്തിൽ തട്ടിയാൽ അസഹനീയമായ വേദനയും പൊള്ളലും ഉണ്ടാടുന്ന ഒരവസ്ഥയായിരുന്നു അത്. അതുകൊണ്ടാണ് പലപ്പോഴും കൊടും ചൂടിൽ പോലും മൈക്കൽ നീളൻ കൈകളുള്ള ഷർട്ടുകളും വലിയ തൊപ്പിയും മുഖം മുഴുവൻ മൂടുന്ന മാസ്കുകളും ഒരു വലിയ കുടയുമായി പുറത്തിറങ്ങിയത്. ഇതൊന്നും അറിയാതെ ലോകം അവനെ ഒരു വിചിത്ര ജീവിയായി കണ്ടു, പരിഹസിച്ചു. ഒരു മനുഷ്യൻ തൻ്റെ ഏറ്റവും വലിയ ശാരീരിക വേദനകളിലൂടെ കടന്നുപോകുമ്പോൾ ലോകം മുഴുവൻ അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. എന്നാൽ മൈക്കലിൻ്റെ മുഖത്തെ രൂപമാറ്റങ്ങൾക്ക് കാരണം അസുഖം മാത്രമായിരുന്നില്ല. അവൻ ഒരുപാട് പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയനായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും അവൻ്റെ മൂക്ക്. എന്തിനായിരുന്നു അവൻ വീണ്ടും വീണ്ടും സർജറികൾ ചെയ്ത് തൻ്റെ മുഖം മാറ്റാൻ ശ്രമിച്ചത്? അതിനു പിന്നിൽ വളരെ സങ്കടകരമായ ഒരു മാനസിക പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നത്തിൻ്റെ പേരായിരുന്നു ജോ ജാക്സൺ. അതെ, അവൻ്റെ സ്വന്തം അച്ഛൻ. കുട്ടിക്കാലത്ത് ജോ ജാക്സൺ മൈക്കലിനെ ശാരീരികമായി മാത്രമല്ല മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. മൈക്കലിൻ്റെ വീതിയുള്ള മൂക്കിനെ ജോ എപ്പോഴും പരിഹസിച്ചു. നിനക്ക് ഈ വലിയ മൂക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്തായാലും എൻ്റെ കുടുംബത്തിൽ നിന്നല്ല, നീ വലിയൊരു മൂക്കനാണ് എന്നു പറഞ്ഞ് ജോ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് മൈക്കലിനെ നിരന്തരം അപമാനിച്ചു. ആ പരിഹാസങ്ങൾ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ വലിയൊരു മുറിവാണുണ്ടാക്കിയത്. വലുതായി കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കുമ്പോഴെല്ലാം തൻ്റെ മുഖത്ത് അച്ഛനായ ജോ ജാക്സന്റെ മുഖഛായയുണ്ടെന്ന് മൈക്കലിന് തോന്നി. തന്നെ ഇത്രയധികം ഉപദ്രവിച്ച താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്വന്തം അച്ഛൻ്റെ മുഖം കണ്ണാടിയിൽ കാണാൻ അവൻ ആഗ്രഹിച്ചില്ല. തൻ്റെ അച്ഛൻ്റെ ജീനുകൾ തൻ്റെ മുഖത്ത് നിന്ന് വെട്ടിമാറ്റാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവൻ ആദ്യമായി മൂക്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. എന്നാൽ അതവിടെ നിന്നില്ല. പെർഫെക്ഷനു വേണ്ടി, പൂർണ്ണതയ്ക്കു വേണ്ടി അവൻ വീണ്ടും വീണ്ടും സർജറികൾ ചെയ്തു. അതൊരു മാനസിക അഡിക്ഷനായി മാറി. ബോഡി ഡിസ്മോർഫിയ എന്ന് വിളിക്കുന്ന സ്വന്തം ശരീരത്തിൻ്റെ രൂപത്തിൽ ഒരിക്കലും തൃപ്തി വരാത്ത ഒരവസ്ഥയിലേക്ക് അവൻ വീണുപോയിരുന്നു. ഓരോ തവണ സർജറി കഴിയുമ്പോഴും അവൻ കൂടുതൽ കൂടുതൽ വ്യത്യസ്തനായി മാറി. ഒടുവിൽ താൻ ആരായിരുന്നുവെന്ന് അവന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഈ മാറ്റങ്ങൾക്കൊപ്പം മൈക്കലിൻ്റെ വ്യക്തിജീവിതവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നെവർലാൻഡ് റാഞ്ച് എന്ന അവൻ്റെ വലിയ സാമ്രാജ്യം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു സ്വർഗമായിരുന്നു. എന്നാൽ ആ സ്വർഗത്തിനുള്ളിൽ മൈക്കൽ അനുഭവിച്ചത് വല്ലാത്തൊരേകാന്തതയായിരുന്നു. 2700 ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന ആ എസ്റ്റേറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ അതെല്ലാം നിശബ്ദമാകും. കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ആ വലിയ മുറികളിൽ മൈക്കൽ ഒറ്റയ്ക്കായി. അവന് സമപ്രായക്കാരായ സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല. തന്നെ കാണാൻ വരുന്ന ഓരോ മനുഷ്യരും തൻ്റെ പണം കണ്ടുവരുന്നവരാണെന്ന് അവന് തോന്നി. ലോകത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. അപ്പോഴാണ് അവൻ കുട്ടികളിലേക്ക് കൂടുതലായി അടുക്കുന്നത്. പീറ്റർ പാൻ സിൻഡ്രോം എന്ന് മനഃശാസ്ത്രജ്ഞൻ വിളിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു മൈക്കൽ. ഒരിക്കലും വളരാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും ഒരു കുട്ടിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സ്. പ്രായം കൊണ്ട് അവൻ 30കളിലെത്തിയ ഒരു പുരുഷനായിരുന്നെങ്കിലും മാനസികമായി അവൻ 10 വയസ്സുകാരനായ ഒരു കുട്ടിയായിരുന്നു.
മുതിർന്നവരുമായി സംസാരിക്കുന്നതിനേക്കാൾ അവനിഷ്ടം കുട്ടികളോടൊപ്പം കഴിക്കാനും അവർക്കൊപ്പം കാർട്ടൂണുകൾ കാണാനും മരത്തിൽ കയറാനുമായിരുന്നു. കുട്ടികൾക്കെൻ്റെ പണം വേണ്ട, അവർ എന്നെ ഒരു വലിയ സൂപ്പർ സ്റ്റാറായിട്ടല്ല കാണുന്നത്, അവർക്ക് വേണ്ടത് എൻ്റെ സ്നേഹം മാത്രമാണ്, അവർ ഒരിക്കലും എന്നെ ചതിക്കില്ല. മൈക്കൽ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. രോഗികളായ കുട്ടികളെയും ദരിദ്രരായ കുട്ടികളെയും അവൻ നെവർലാൻഡിലേക്ക് ക്ഷണിച്ചു. അവർക്കവിടെ എല്ലാ സൗകര്യങ്ങളും നൽകി. കുട്ടികൾക്ക് വേണ്ടി അവൻ കോടിക്കണക്കിന് ഡോളറുകൾ ചാരിറ്റിക്കായി നൽകി. ചരിത്രത്തിൽ മറ്റൊരു കലാകാരനും ചെയ്യാത്തത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മൈക്കൽ ചെയ്തു. ഒരു വലിയ ഹീൽ ദ വേൾഡ് ഫൗണ്ടേഷൻ അവൻ സ്ഥാപിച്ചു. എന്നാൽ ലോകം ഈ നിഷ്കളങ്കതയെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. ഒരു മുതിർന്ന പുരുഷൻ എന്തിനാണ് എപ്പോഴും മറ്റാളുകളുടെ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുന്നത്? എന്തിനാണ് അവൻ കുട്ടികളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നത്? മാധ്യമങ്ങളും പൊതുസമൂഹവും ഇതിൽ അസ്വാഭാവികത കണ്ടെത്തി. തന്റെ ഈ നിഷ്കളങ്കമായ പ്രവൃത്തികൾ തനിക്ക് തന്നെ വലിയൊരു കെണിയായി മാറാൻ പോകുകയാണെന്ന് മൈക്കൽ അറിഞ്ഞിരുന്നില്ല. താൻ ജീവന് തുല്യം സ്നേഹിച്ച, താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആ കുട്ടികളുടെ ലോകത്തു നിന്ന് തന്നെ വലിയൊരു കൊടുങ്കാറ്റ് അവന് നേരെ ആഞ്ഞടിക്കാൻ പോവുകയായിരുന്നു. 1993 ആ ശപിക്കപ്പെട്ട വർഷം മൈക്കലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയങ്ങളിലൊന്നായിരുന്നു അത്. ഡേഞ്ചറസ് എന്ന അവന്റെ പുതിയ ആൽബം ലോകമെമ്പാടും വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ടുകളെ വെല്ലുന്ന സ്റ്റേഡിയങ്ങളിൽ അവൻ ഡേഞ്ചറസ് വേൾഡ് ടൂർ നടത്തിക്കൊണ്ടിരുന്നു. ലോകം അവനെ ഒരു ദൈവത്തെപ്പോലെ വാഴ്ത്തിപ്പാടുന്ന സമയം. അപ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത്. ലോസ് ഏഞ്ചൽസിലെ ഒരു ഡെന്റിസ്റ്റായ ഇവാൻ ചാൻഡ്ലർ എന്ന വ്യക്തിയുടെ ഫോൺ കോൾ. ജോർദാൻ ചാൻഡ്ലർ എന്ന 13 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ അച്ഛനായിരുന്നു ഇവാൻ. കുറച്ചു കാലങ്ങളായി മൈക്കലും ജോർദാനും തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നു. ജോർദാൻ മൈക്കലിന്റെ നെവർലാൻഡ് എസ്റ്റേറ്റിൽ സ്ഥിരമായി വന്നു നിൽക്കാറുണ്ടായിരുന്നു. മൈക്കൽ ആ കുട്ടിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുകയും ഒരുമിച്ച് യാത്രകൾ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവാൻ ചാൻഡ്ലറുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. മൈക്കലിന്റെ വലിയ സമ്പത്തിൽ അയാളുടെ കണ്ണുടക്കിയിരുന്നു. മൈക്കലിൽ നിന്നും വലിയൊരു തുക ചോദിച്ചു വാങ്ങാൻ അയാൾ പദ്ധതിയിട്ടു. തന്റെ മകനുമായുള്ള മൈക്കലിന്റെ സൗഹൃദം അയാൾ അതിനായി ഉപയോഗിച്ചു. മൈക്കൽ തനിക്ക് പണം നൽകിയില്ലെങ്കിൽ തന്റെ മകനെ മൈക്കൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് കാണിച്ച് ലോകത്തിനു മുന്നിൽ വലിയൊരു വാർത്ത സൃഷ്ടിക്കുമെന്ന് ഇവാൻ ചാൻഡ്ലർ ഭീഷണിപ്പെടുത്തി. എന്നാൽ മൈക്കൽ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല. താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ആ കുട്ടിയെ സ്വന്തം മകനെപ്പോലെയാണ് സ്നേഹിച്ചതെന്നും മൈക്കൽ പറഞ്ഞു. പണം കൊടുക്കാൻ അവൻ വിസമ്മതിച്ചു. പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ മാധ്യമവേട്ടയായിരുന്നു. 1993 ഓഗസ്റ്റ് മാസം ലോകമെമ്പാടുമുള്ള പത്രങ്ങളുടെ മുൻ പേജുകളിൽ, ടെലിവിഷൻ സ്ക്രീനുകളിൽ, റേഡിയോ ചാനലുകളിൽ ഒരൊറ്റ വാർത്ത മാത്രം അലറിക്കരഞ്ഞു. സംഗീത ലോകത്തെ ചക്രവർത്തി, ലോകമാരാധിക്കുന്ന പോപ്പ് രാജാവ് മൈക്കൽ ജാക്സൺ ഒരു ബാലപീഡകനാണോ? ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൈക്കലിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തലകീഴായി മറിഞ്ഞു. കോടിക്കണക്കിന് ആളുകൾ ആരാധിച്ച ആ മനുഷ്യൻ ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിനു മുന്നിൽ വലിയൊരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു. അവന്റെ പാട്ടുകൾ റേഡിയോ സ്റ്റേഷനുകൾ ബഹിഷ്കരിച്ചു. സ്പോൺസർമാർ അവനെ കൈവിട്ടു. വലിയ ബ്രാൻഡുകൾ അവനുമായുള്ള കരാറുകൾ റദ്ദാക്കി. മൈക്കൽ ജാക്സൺ എന്ന ഇതിഹാസം ഒരു വലിയ മലഞ്ചെരിവിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. നെവർലാൻഡിലെ ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ അവൻ ഒറ്റപ്പെട്ടു. പുറത്ത് പോലീസിന്റെ വാഹനങ്ങളും ആയിരക്കണക്കിന് പാപ്പറാസികളുടെ ക്യാമറകളും അവനെ കാത്തുനിന്നു. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജനങ്ങൾ തന്നെ തള്ളിപ്പറയുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. ആ സമയത്ത് ലോക പര്യടനത്തിലായിരുന്ന മൈക്കൽ കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പരിപാടികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് വേദന സംഹാരികളിൽ അഭയം തേടി. അവൻ മയക്കുമരുന്നുകൾക്ക് പൂർണ്ണമായും അടിമയായി മാറുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നെവർലാൻഡ് റാഞ്ചിലെ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നടന്നത്? മൈക്കൽ ജാക്സൺ എന്ന രൂപത്തിലെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തിരുന്നോ? അതോ പണത്തിനു വേണ്ടി ഒരു കൂട്ടം ആളുകൾ അവനെ കുടുക്കുകയായിരുന്നോ? വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമപോരാട്ടങ്ങളും ലോകത്തെ ഞെട്ടിച്ച കോടതി വിധികളും വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യനെ, ഒരു ഇതിഹാസത്തെ ലോകമെങ്ങനെയാണ് ക്രൂശിലേറ്റിയത്? ഇരുൾ മൂടിയ ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ അവൻ ചോദിച്ചു, ഞാൻ എല്ലാവർക്കും സ്നേഹം മാത്രമല്ലേ നൽകിയിട്ടുള്ളത്? പിന്നെ എന്തിനാണ് അവരെന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഒരിതിഹാസം തകർന്നു പോവുകയാണോ? സംഗീതലോകത്തിന്റെ രാജാവിന്റെ കിരീടം താഴെ വീഴുകയാണോ? രാവിലെ ടെലിവിഷൻ തുറന്ന് ലോകം കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 100 കണക്കിന് ക്യാമറകളുടെ ഫ്ലാഷുകൾ, തലയ്ക്കു മുകളിൽ വലിയ ശബ്ദത്തോടെ വട്ടമിട്ട് പറക്കുന്ന വാർത്താ ചാനലുകളുടെ ഹെലികോപ്റ്ററുകൾ.
ലോകമെമ്പാടുമുള്ള പത്രങ്ങളുടെ മുൻപേജുകളിൽ വളരെ വലിയ കറുത്ത അക്ഷരങ്ങളിൽ ആ വാർത്ത നിറഞ്ഞു നിന്നു. അമേരിക്കൻ തെരുവുകളിൽ ജനങ്ങൾ കൂട്ടം കൂടി നിന്ന് ആ വാർത്തകൾ വായിച്ചു. ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ സ്പന്ദനം നിലച്ചതുപോലെ. തങ്ങൾ ദൈവത്തെപ്പോലെ ആരാധിച്ച, ലോകം കണ്ട ഏറ്റവും വലിയ പോപ്പ് രാജാവ് മൈക്കൽ ജാക്സൺ ഒരു ബാലപീഡകനാണോ? ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മാധ്യമങ്ങൾ ഇതിനകം തന്നെ മൈക്കിളിനെ ക്രൂശിലേറ്റാൻ തുടങ്ങിയിരുന്നു. ഒരു മനുഷ്യൻ കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. എന്നാൽ മൈക്കിളിന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ കോടതിയും ജഡ്ജിയുമായി മാറി. സത്യമെന്താണെന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല. 1993 ആ ആരോപണം മൈക്കിളിന്റെ ഹൃദയത്തിൽ തറച്ച ഏറ്റവും വലിയ വിഷമുള്ള അമ്പായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, സ്വന്തം മക്കളെപ്പോലെ ലാളിച്ച ആ കുട്ടികളുടെ ലോകത്തു നിന്നും തനിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം വന്നപ്പോൾ മൈക്കിൾ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. തന്നെ സ്നേഹിക്കുന്ന ലോകം മുഴുവൻ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് കണ്ട് അവൻ വലിയൊരു ഇരുട്ടിലേക്ക് വീണു. പോലീസ് മൈക്കിളിന്റെ നെവർലാൻഡ് എസ്റ്റേറ്റിൽ റെയ്ഡ് നടത്തി. അവന്റെ ഓരോ മുറികളും അവർ അരിച്ചുപെറുക്കി. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ, മനുഷ്യത്വമില്ലാത്ത ഒരു ക്രൂരത അവിടെ നടന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് മൈക്കിളിനെ വിവസ്ത്രനാക്കി പരിശോധിച്ചു. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, സംഗീതത്തിന്റെ ചക്രവർത്തിയായ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അപമാനമായിരുന്നു അത്. ആ പരിശോധനയിൽ മൈക്കിളിനെതിരെ യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ആ സംഭവം മൈക്കിളിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ഒരിക്കലും ഉണങ്ങാത്തതായിരുന്നു. അവൻ മാനസികമായി പൂർണ്ണമായും തകർന്നു. കടുത്ത ഡിപ്രഷനിലേക്ക് വീണ മൈക്കിൾ ആ വേദനകൾ മറക്കാൻ വലിയ അളവിൽ വേദന സംഹാരികളായ മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഒടുവിൽ മയക്കുമരുന്നിന് അടിമയായ അവനെ സുഹൃത്തുക്കൾ ചേർന്നൊരു റീഹാബിലിറ്റേഷൻ സെന്ററിലാക്കി. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അയാൾ പിന്നീട് ആ കേസ് വലിയൊരു തുക നൽകി ഒത്തുതീർപ്പാക്കിയത്? ഇതായിരുന്നു ലോകം വർഷങ്ങളോളം മൈക്കിളിനോട് ചോദിച്ച ചോദ്യം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ സത്യം മറ്റൊന്നായിരുന്നു. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കോടതി വ്യവഹാരത്തിലേക്ക് പോകാൻ മൈക്കിളിൻ്റെ ആരോഗ്യസ്ഥിതി അവനെ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, അവൻ്റെ റെക്കോർഡ് കമ്പനിയും ഇൻഷുറൻസ് ഏജൻസികളും അവനിൽ വലിയ സമ്മർദ്ദം ചെലുത്തി. ഈ കേസ് കോടതിയിൽ പോയാൽ വർഷങ്ങളോളം അത് വാർത്തകളിൽ നിറയുമെന്നും അത് മൈക്കിളിൻ്റെ കരിയറിനെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്നും അവർ ഭയന്നു. മൈക്കിളിൻ്റെ ഉപദേശകരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് $22 ദശലക്ഷം നൽകി ആ കേസ് അവൻ ഒത്തുതീർപ്പാക്കിയത്. അതൊരിക്കലും ഒരു തെറ്റേറ്റുപറയലായിരുന്നില്ല, മറിച്ച് ആ വലിയ മാനസിക പീഡനത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു. ആ വലിയ കൊടുങ്കാറ്റിന് ശേഷം മൈക്കിൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചു. സംഗീതം മാത്രമായിരുന്നു അവന് ആശ്വാസം. 1995 അവൻ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും ദേഷ്യവും മുഴുവൻ ലോകത്തോട് വിളിച്ചു പറയാൻ തീരുമാനിച്ചു. ഹിസ്റ്ററി എന്ന പേരിൽ അവൻ പുതിയൊരു ആൽബം പുറത്തിറക്കി. അതിലെ പാട്ടുകളിലൂടെ മാധ്യമങ്ങളെയും തന്നെ വേട്ടയാടിയ സമൂഹത്തെയും അവൻ രൂക്ഷമായി വിമർശിച്ചു. തന്നെ ഒരു രാക്ഷസനായി ചിത്രീകരിച്ചവരോട് അവൻ്റെ പാട്ടുകളിലൂടെ അവൻ മറുപടി പറഞ്ഞു. ആ സമയത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൈക്കിൾ ഒരു വിവാഹം കഴിച്ചു. സാക്ഷാൽ എൽവിസ് പ്രസ്ലിയുടെ മകൾ ലീസ മേരി പ്രസ്ലിയെ. ലോകം കണ്ട 2 ഇതിഹാസങ്ങളുടെ കുടുംബങ്ങൾ ഒന്നിക്കുകയായിരുന്നു. എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. മാധ്യമങ്ങളുടെ നിരന്തരമായ വേട്ടയാടലുകൾ അവരുടെ സ്വകാര്യ ജീവിതത്തെ തകർത്തു. 2 വർഷങ്ങൾക്കുള്ളിൽ അവർ വേർപിരിഞ്ഞു. പിന്നീട് തൻ്റെ സുഹൃത്തും നേഴ്സുമായിരുന്ന ഡെബ്ബി റോവിനെ മൈക്കിൾ വിവാഹം കഴിച്ചു. തനിക്ക് സ്വന്തമായി മക്കൾ വേണമെന്ന വലിയ ആഗ്രഹമായിരുന്നു മൈക്കിളിന്. അങ്ങനെ അവർക്ക് പ്രിൻസ്, പാരിസ് എന്നീ 2 കുട്ടികളുണ്ടായി. പിന്നീട് വാടക ഗർഭപാത്രത്തിലൂടെ ബ്ലാങ്കറ്റ് എന്നൊരു കുട്ടി കൂടി മൈക്കിളിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആ കുട്ടികളായിരുന്നു മൈക്കിളിൻ്റെ ലോകം. തനിക്ക് നഷ്ടപ്പെട്ട ബാല്യം മുഴുവൻ അവൻ തൻ്റെ മക്കളിലൂടെ തിരികെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയും പാപ്പരാസികൾ അവനെ വെറുതെ വിട്ടില്ല. ക്യാമറകളുടെ വെളിച്ചം തൻ്റെ മക്കളുടെ കണ്ണുകളെ അന്ധമാക്കാതിരിക്കാൻ എവിടെ പോകുമ്പോഴും അവൻ കുട്ടികളുടെ മുഖത്ത് വിചിത്രമായ മാസ്കുകൾ ധരിപ്പിച്ചു. ലോകം അതിനെയും വലിയൊരു തമാശയാക്കി മാറ്റി. വർഷങ്ങൾ കടന്നുപോയി. പഴയ മുറിവുകൾ പതിയെ ഉണങ്ങിവരികയാണെന്ന് മൈക്കിൾ കരുതി. എന്നാൽ 2003 വീണ്ടും ഒരു വലിയ ഇടിത്തീ അവന് നേരെ വന്നു. മാർട്ടിൻ ബഷീർ എന്നൊരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ മൈക്കിളിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ നെതർലാൻഡിലെത്തി. 8 മാസത്തോളം അയാൾ മൈക്കിളിനൊപ്പം സമയം ചിലവഴിച്ചു.
മൈക്കിളിന്റെ നിഷ്കളങ്കതയെ ലോകത്തിനു മുന്നിൽ കാണിക്കാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. മൈക്കിൾ അയാളെ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസം വലിയൊരു ചതിയായിരുന്നു. ലിവിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന പേരിൽ പുറത്തിറങ്ങിയ ആ ഡോക്യുമെന്ററി മൈക്കിളിന്റെ ജീവിതം വീണ്ടും തകർത്തെറിഞ്ഞു. ആ ഡോക്യുമെന്ററിയിൽ മൈക്കിൾ വളരെ നിഷ്കളങ്കമായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുന്നതും അവർക്കൊപ്പം തന്റെ ബെഡ്റൂമിൽ ഉറങ്ങുന്നതും തനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് അവൻ പറഞ്ഞു. തന്റെ കണ്ണിൽ അതൊരിക്കലും ഒരു ലൈംഗികമായ കാര്യമല്ലെന്നും സ്നേഹമില്ലാത്ത ഈ ലോകത്ത് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം വളരെ വലുതാണെന്നും അവൻ വിശദീകരിച്ചു. എന്നാൽ മാർട്ടിൻ ബഷീർ ആ ദൃശ്യങ്ങളെ വളരെ വികൃതമായി എഡിറ്റ് ചെയ്തു. പശ്ചാത്തലത്തിൽ ഭയപ്പെടുത്തുന്ന സംഗീതം നൽകി മൈക്കിളിനെ വീണ്ടും ഒരു വിചിത്ര സ്വഭാവക്കാരനായ ബാലപീഡകനായി അയാൾ ചിത്രീകരിച്ചു. ലോകം മുഴുവൻ ആ ഡോക്യുമെന്ററി കണ്ടു. വീണ്ടും ജനങ്ങൾ മൈക്കിളിനെതിരെ തിരിഞ്ഞു. ആ ഡോക്യുമെന്ററി പുറത്തിറങ്ങി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. ഗാവിൻ അർവിസോ എന്ന ക്യാൻസർ രോഗിയായ ഒരു കുട്ടിയെയും കുടുംബത്തെയും മൈക്കിൾ സഹായിച്ചിരുന്നു. ആ കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2003 നവംബർ 20 പോലീസ് മൈക്കിളിനെ അറസ്റ്റ് ചെയ്തു. ലോകം മുഴുവൻ TV സ്ക്രീനുകളിൽ ആ കാഴ്ച കണ്ട് തരിച്ചുനിന്നു. വിലങ്ങണിയിക്കപ്പെട്ട കൈകൾ. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ തന്റെ വിരൽത്തുമ്പിൽ നൃത്തം ചെയ്യിച്ച ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെ സന്ദേശം നൽകിയ ആ കൈകളിൽ ഇപ്പോൾ തണുത്ത ഇരുമ്പു വിലങ്ങുകൾ കിടക്കുന്നു. തന്റെ സ്വന്തം ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ അവൻ പണിപ്പെട്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 2005 ഫെബ്രുവരി, നൂറ്റാണ്ടിന്റെ വിചാരണ എന്ന് ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആ വലിയ കോടതി വ്യവഹാരം തുടങ്ങി. കാലിഫോർണിയയിലെ സാന്റാ മരിയ കോടതിയിലേക്ക് ദിവസവും മൈക്കിൾ വന്നു. എന്നാൽ പഴയ ആ രാജാവിന്റെ പ്രൗഢി അവന് നഷ്ടപ്പെട്ടിരുന്നു. തീർത്തും അവശനായ, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ. ശരീരഭാരം വല്ലാതെ കുറഞ്ഞു. ഉറക്കമില്ലാത്ത രാത്രികൾ അവന്റെ മുഖത്ത് വലിയ കറുത്ത പാടുകൾ വീഴ്ത്തി. ഒരു ദിവസം കടുത്ത നടുവേദന കാരണം ആശുപത്രിയിലായിരുന്ന മൈക്കിളിനെ ജഡ്ജി നിർബന്ധിച്ചു കോടതിയിൽ ഹാജരാക്കി. പൈജാമ ധരിച്ച് ബോഡിഗാർഡുകളുടെ തോളിൽ ചാരി കാലുകൾ വലിച്ചുവെച്ച് കോടതിയുടെ പടവുകൾ കയറുന്ന മൈക്കിളിന്റെ ദൃശ്യം കണ്ട ആരാധകർ പൊട്ടക്കരഞ്ഞു. ഈ ലോകം അവനോടെന്തിനാണ് ഇത്ര വലിയ ക്രൂരത കാണിക്കുന്നത് എന്നവർ ചോദിച്ചു. 14 ആഴ്ചകൾ നീണ്ടുനിന്ന വിചാരണ. ഓരോ ദിവസവും കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷൻ മൈക്കിളിന്റെ സ്വഭാവത്തെ കീറിമുറിച്ചു. അവന്റെ സാമ്പത്തിക ഇടപാടുകൾ, അവന്റെ നെവർലാൻഡ് എസ്റ്റേറ്റ്, അവന്റെ വിചിത്രമായ ശീലങ്ങൾ എല്ലാം കോടതിയിൽ തുറന്നുകാട്ടപ്പെട്ടു. എന്നാൽ മൈക്കിളിന്റെ അഭിഭാഷകനായ തോമസ് മെസറിയു ശക്തമായി തിരിച്ചടിച്ചു. മൈക്കിളിനെതിരെ പരാതി നൽകിയ കുട്ടിയുടെ അമ്മ ഒരു തട്ടിപ്പുകാരിയാണെന്നും ഇതിനു മുമ്പും പലരിൽ നിന്നും അവർ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ തെളിയിച്ചു. മൈക്കിളിന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു നാടകമായിരുന്നു അതെല്ലാമെന്ന് കോടതിക്ക് പതിയെ ബോധ്യപ്പെട്ടു തുടങ്ങി. 2005 ജൂൺ 13. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് ആ നിമിഷത്തിനായി കാത്തിരുന്നു. കോടതി മുറിക്കുള്ളിൽ കനത്ത നിശബ്ദത. പുറത്ത് ആയിരക്കണക്കിന് ആരാധകർ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ജഡ്ജി റോഡ്നി മെൽവിൽ വിധി പ്രസ്താവിക്കാൻ തുടങ്ങി. ജൂറി അംഗങ്ങൾ തങ്ങളുടെ തീരുമാനമറിയിച്ചു. മൈക്കിളിനെതിരെ ചുമത്തിയ 14 കുറ്റങ്ങളും അവർ വായിച്ചു കേൾപ്പിച്ചു. ഓരോ കുറ്റങ്ങൾക്കും പിന്നാലെ ആ 2 വാക്കുകൾ കോടതി മുറിക്കുള്ളിൽ മുഴങ്ങി: നോട്ട് ഗിൽറ്റി. കുറ്റക്കാരനല്ല, കുറ്റക്കാരനല്ല. അതെ, മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസം എല്ലാ കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിതനായിരിക്കുന്നു. പുറത്തു കാത്തുനിന്ന ജനക്കൂട്ടം ആവേശത്താൽ അലറിക്കരഞ്ഞു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു. ടെലിവിഷൻ അവതാരകർ ആ വാർത്ത വലിയ ശബ്ദത്തിൽ ലോകത്തെ അറിയിച്ചു. സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ ഇറങ്ങി വന്നതുപോലെ വെളുത്ത കോട്ടിട്ട് തന്റെ വണ്ടിയിലേക്ക് നടന്നുപോകുന്ന മൈക്കിളിന്റെ ദൃശ്യം ചരിത്രത്തിൽ ഇടം പിടിച്ചു. എന്നാൽ ആ വിജയത്തിൽ അവന് യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവന്റെ മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. പുറത്തു നോക്കുമ്പോൾ അവൻ കേസ് ജയിച്ചിരിക്കാം, പക്ഷേ ഉള്ളിൽ അവൻ പൂർണ്ണമായും തോറ്റുകഴിഞ്ഞിരുന്നു. ആ കോടതി മുറിയിൽ വെച്ച് മൈക്കിൾ ജാക്സൺ എന്ന മനുഷ്യന്റെ ആത്മാവ് മരിച്ചുപോയിരുന്നു. പോലീസ് തന്റെ ബെഡ്റൂമിലും സ്വന്തം വീടിന്റെ ഓരോ മൂലയിലും കയറിയിറങ്ങി പരിശോധന നടത്തിയ ആ നെവർലാൻഡ് എസ്റ്റേറ്റിലേക്ക് ഇനിയൊരിക്കലും തിരിച്ചു പോകില്ല എന്ന് മൈക്കിൾ തീരുമാനിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വർഗമായിരുന്നു അത്, പക്ഷെ അവരത് നശിപ്പിച്ചു. ഇനിയൊരിക്കലും അതെന്റെ വീടായിരിക്കില്ല, അവൻ പറഞ്ഞു. വർഷങ്ങൾ നീണ്ട പരിശ്രമം കൊണ്ട് അവൻ പടുത്തുയർത്തിയ ആ വലിയ കൊട്ടാരം അവൻ ഉപേക്ഷിച്ചു. കേടുപാടുകൾ വന്ന കളിപ്പാട്ടങ്ങളും ആളില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്കുകളും മാത്രമായി നെവർലാൻഡ് വലിയൊരു ശ്മശാനമായി മാറി. അതോടൊപ്പം മൈക്കിൾ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്കും കൂപ്പുകുത്തിയിരുന്നു. വർഷങ്ങളോളം നീണ്ടുനിന്ന കോടതി കേസുകൾ
അഭിഭാഷകർക്ക് നൽകിയ വലിയ തുകകൾ, ഉപേക്ഷിക്കപ്പെട്ട ടൂറുകൾ. മൈക്കൽ ജാക്സൺ എന്ന വലിയ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകിയിരുന്നു. കോടിക്കണക്കിന് ഡോളറുകളുടെ കടബാധ്യത അവൻമേൽ വന്നു ചേർന്നു. തന്റെ രാജ്യത്ത് തനിക്കിനി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ അമേരിക്ക വിട്ടു. പശ്ചിമേഷ്യയിലെ ബഹ്റൈനിലേക്കും പിന്നീട് അയർലൻഡിലേക്കും അവനൊരു അഭയാർത്ഥിയെപ്പോലെ തന്റെ മക്കളുമായി യാത്ര ചെയ്തു. സംഗീതലോകം കണ്ട ഏറ്റവും വലിയ മാന്ത്രികന്റെ വിരലുകൾ ചലിക്കാതായി. സ്റ്റേജിലെ ആ വലിയ വർണ്ണവിളക്കുകൾ അവനായി അണഞ്ഞു. പത്രങ്ങളും ടെലിവിഷനുകളും അവനെ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടു. തെരുവുകളിൽ അവനെ കണ്ടാൽ ആളുകൾ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി. പണവും പ്രശസ്തിയും അധികാരവും ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തി എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടുപോയ ഒരവസ്ഥ. സ്വന്തം നിഴലിലെ പോലും ഭയക്കുന്ന, രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരു പാവം മനുഷ്യനായി അവൻ മാറി. ലോകം മുഴുവൻ അവനെ എഴുതിത്തള്ളി. മൈക്കൽ ജാക്സന്റെ കാലം കഴിഞ്ഞു. അവൻ ഇനി ഒരിക്കലും പാടാൻ കഴിയില്ല. അവന്റെ ശരീരവും മനസ്സും നശിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങൾ വിധിയെഴുതി. സംഗീത ചരിത്രത്തിൽ ആ പേര് പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്റെ ജീവനായ സംഗീതത്തിനു വേണ്ടി ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് കയറാൻ അവന് കഴിയുമോ? കടക്കെണിയുടെ വലിയ മലരിയിൽ പെട്ടുപോയ ആ രാജാവിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ? ഒരു ഇതിഹാസം തകർന്നു പോകുകയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സാമ്രാജ്യത്തിന്റെ അധിപൻ സ്വന്തം രാജ്യത്തു നിന്നും ഒരു അഭയാർത്ഥിയെപ്പോലെ പലായനം ചെയ്യുകയാണെന്ന് ചിന്തിച്ചു നോക്കൂ. 2005 ആ വലിയ കോടതി വിധിക്ക് ശേഷം സ്വതന്ത്രനായ ഒരു മനുഷ്യനായി അമേരിക്കൻ മണ്ണിൽ നിൽക്കാൻ മൈക്കലിന് കഴിഞ്ഞില്ല. ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു അവൻ. ലോകം മുഴുവൻ തന്നെ വെറുക്കുന്നുവെന്ന് അവൻ വിശ്വസിച്ചു. തന്നെ നിരന്തരം വേട്ടയാടിയ പാപ്പരാസികളിൽ നിന്നും, പരിഹസിച്ച മാധ്യമങ്ങളിൽ നിന്നും, തനിക്കെതിരെ കള്ളക്കേസുകൾ കെട്ടിച്ചമച്ച സ്വന്തം രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ നിന്നും വളരെ ദൂരേക്ക് ഓടിയൊളിക്കാൻ അവൻ തീരുമാനിച്ചു. തന്റെ 3 മക്കളെയും കൂട്ടി മൈക്കൽ ഒരു നാടോടിയെപ്പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തു. പശ്ചിമേഷ്യയിലെ ബഹ്റൈനിലേക്കാണ് അവൻ ആദ്യം പോയത്. അവിടെ ബഹ്റൈൻ രാജകുമാരനായ ഷെയ്ഖ് അബ്ദുള്ളയുടെ അതിഥിയായി ഒരു വലിയ കൊട്ടാരത്തിൽ അവൻ താമസിച്ചു. പുറത്തിറങ്ങുമ്പോൾ ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ അറബ് സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദയും ബുർഖയും ധരിച്ചാണ് അവൻ മാളുകളിലും കടകളിലും പോയിരുന്നത്. എന്നാൽ അവിടെയും പാപ്പരാസികൾ അവനെ കണ്ടെത്തി. തുടർന്ന് അവൻ യൂറോപ്പിലേക്ക് തിരിച്ചു. ഫ്രാൻസിലും പിന്നീട് അയർലൻഡിലെ ഒരു ഒറ്റപ്പെട്ട കോട്ടയിലുമായി അവൻ തന്റെ ജീവിതം ഒളിച്ചുവെച്ചു. ആ വലിയ കോട്ടയുടെ ജനലിലൂടെ പുറത്തു പെയ്യുന്ന മഴയും നോക്കി തനിക്ക് നഷ്ടപ്പെട്ട പ്രതാപകാലത്തെക്കുറിച്ചോർത്തവൻ കണ്ണീർ വാർത്തു. ഒരു കാലത്ത് ലോകം മുഴുവൻ കാൽക്കീഴിലാക്കിയ രാജാവിന് ഇപ്പോൾ സ്വന്തമായി എന്ന് പറയാൻ ഒരു വീട് പോലും ഇല്ലാതായിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ മൈക്കൽ ജാക്സൺ ഇപ്പോഴും വലിയൊരു ശതകോടീശ്വരനായിരുന്നു. എന്നാൽ അടച്ചിട്ട മുറികൾക്കുള്ളിലെ സത്യം മറ്റൊന്നായിരുന്നു. മൈക്കൽ എന്ന സാമ്പത്തിക സാമ്രാജ്യം കടക്കെണിയുടെ വലിയൊരു ഗർത്തത്തിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവന്റെ കടബാധ്യതകൾ. ഏകദേശം $400 ദശലക്ഷം, അഥവാ $400 മില്യൺ കടം അവനുണ്ടായിരുന്നു എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക കടമായി മാറിയത്? വർഷങ്ങളോളം നീണ്ടുനിന്ന കോടതി വ്യവഹാരങ്ങൾ, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അഭിഭാഷകർക്ക് നൽകിയ ഫീസുകൾ, ഒത്തുതീർപ്പുകൾക്കായി ചിലവാക്കിയ കോടികൾ, ഇവയെല്ലാം അവന്റെ സമ്പാദ്യത്തെ കാർന്നു തിന്നു. ഇതിനെല്ലാം പുറമെ അവന്റെ അനിയന്ത്രിതമായ ചിലവുകളും ഒരു കാരണമായിരുന്നു. തനിക്ക് യാതൊരു വരുമാനവുമില്ലാത്ത സമയത്തുപോലും അവൻ കോടിക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന കലാസൃഷ്ടികളും പുരാവസ്തുക്കളും വാങ്ങിക്കൂട്ടി. താൻ ഉപേക്ഷിച്ചു പോന്ന നെവർലാൻഡ് എസ്റ്റേറ്റിന്റെ സംരക്ഷണത്തിനായി പ്രതിമാസം ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചിലവഴിക്കേണ്ടി വന്നു. ഒടുവിൽ ബാങ്കുകൾ അവനെതിരെ തിരിഞ്ഞു. അവൻ ജീവന് തുല്യം സ്നേഹിച്ച നെവർലാൻഡ് എസ്റ്റേറ്റ് ജപ്തി ചെയ്യാൻ ബാങ്കുകൾ നോട്ടീസ് അയച്ചു. ആ വലിയ എസ്റ്റേറ്റ് ലേലത്തിൽ പോകുമെന്ന അവസ്ഥ വന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകൾ പോലും പണം നൽകാൻ മത്സരിച്ചിരുന്ന മൈക്കൽ ജാക്സന്റെ വാതിലുകളിൽ ഇപ്പോൾ കടക്കാർ മുട്ടാൻ തുടങ്ങിയിരുന്നു. താൻ പട്ടിണി കിടന്നാലും തന്റെ മക്കളാരും ഇതൊന്നും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. ഒരാൾക്കൊഴികെ, അത് മൈക്കൽ തന്നെയായിരുന്നു. അതെ, അവന് വീണ്ടും പാടണമായിരുന്നു. അവന്റെ പാട്ടുകൾക്ക് ഇന്നും ലോകത്ത് വലിയ വിലയുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങളായി അവൻ സ്റ്റേജിൽ കയറിയിട്ട് സംഗീതലോകത്തേക്കൊരു തിരിച്ചുവരവ് നടത്താൻ അവൻ അതിയായി ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ പുറത്ത് 2006 ലണ്ടനിൽ നടന്ന വേൾഡ് മ്യൂസിക് അവാർഡ്സിൽ പങ്കെടുക്കാൻ അവൻ തീരുമാനിച്ചു. 100 ദശലക്ഷത്തിലധികം ആൽബങ്ങൾ വിറ്റഴിച്ചതിന് അവന് ഡയമണ്ട് അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങായിരുന്നു അത്. മൈക്കൽ തന്റെ പ്രശസ്തമായ ത്രില്ലർ ഗാനം അവിടെ പാടുമെന്ന സംഘാടകർ ലോകത്തെ അറിയിച്ചു. ഇത് കേട്ട ആരാധകർ ആവേശഭരിതരായി. വർഷങ്ങൾക്ക് ശേഷം കിങ് ഓഫ് പോപ്പ് സ്റ്റേജിലേക്ക് വരുന്നു. ടിക്കറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുതീർന്നു. എന്നാൽ ആ ദിവസം
അവിടെ സംഭവിച്ചത് മൈക്കിളിന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൊന്നായിരുന്നു. പരിപാടി തുടങ്ങി. ആരാധകർ അലറി വിളിച്ചു കാത്തിരുന്നു. മൈക്കിൾ സ്റ്റേജിലേക്ക് വന്നു. കറുത്ത ലെതർ ജാക്കറ്റും സൺഗ്ലാസും ധരിച്ച് പഴയ അതേ രാജാവിനെപ്പോലെ അവൻ നിന്നു. പക്ഷേ അവന് പാടാൻ കഴിഞ്ഞില്ല. മൈക്കിനു മുന്നിൽ നിന്ന് അവൻ പതറിപ്പോയി. ത്രില്ലറിനു പകരം വി ആർ ദ വേൾഡ് എന്ന പാട്ടിന്റെ ഏതാനും വരികൾ മാത്രം പാടി അവൻ സ്റ്റേജിൽ നിന്നും വേഗത്തിൽ മടങ്ങി. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. പഴയ ആ മാന്ത്രികത അവന് നഷ്ടപ്പെട്ടിരുന്നു. പത്രങ്ങളും മാധ്യമങ്ങളും അത് വലിയൊരു ആഘോഷമാക്കി മാറ്റി. മൈക്കിൾ ജാക്സന്റെ ശബ്ദം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നവർ വലിയ അക്ഷരങ്ങളിൽ എഴുതി. ആ പരിഹാസങ്ങൾ മൈക്കിളിന്റെ നെഞ്ചിൽ കത്തിമുനകൾ പോലെ തറച്ചുകയറി. തന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും നശിച്ചതായി അവന് തോന്നി. പ്രായം 50നോടടുക്കുകയായിരുന്നു. തന്റെ ശരീരം പഴയതുപോലെ വഴങ്ങുന്നില്ല എന്നവൻ തിരിച്ചറിയാൻ തുടങ്ങി. അസഹനീയമായ പുറംവേദനയും സന്ധിവേദനകളും അവനെ അലട്ടി. ഉറക്കമില്ലായ്മ അവനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. പ്രൊപ്പഫോൾ എന്ന അതിശക്തമായ അനസ്തേഷ്യ മരുന്നുപയോഗിച്ചാൽ മാത്രമേ അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു ഡോക്ടറുടെ സഹായത്തോടെ ദിവസവും രാത്രി ആ മരുന്ന് സിരകളിലേക്ക് കുത്തിവെച്ചാണ് അവൻ ഉറങ്ങിയിരുന്നത്. മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരവും വലിയൊരു മാനസിക ഭാരവുമായി അവൻ ലാസ് വേഗാസിലെ വാടക വീടുകളിലെ അടച്ചിട്ട മുറികളിൽ ദിവസങ്ങൾ തള്ളി നീക്കി. ഇത്രയൊക്കെ തകർച്ചകൾക്കിടയിലും അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു. അവന്റെ സ്വന്തം ജീവനായ 3 മക്കൾ: പ്രിൻസ്, പാരിസ്, ബ്ലാങ്കറ്റ്. ലോകം മുഴുവൻ അവനെ ഭ്രാന്തനെന്നും ബാലപീഡകനെന്നും വിളിച്ചപ്പോൾ അവനെ ഒരു നല്ല അച്ഛനായി കണ്ടത് അവർ മാത്രമായിരുന്നു. പുറത്തു പോകുമ്പോൾ ആരും അവനെ തിരിച്ചറിയാതിരിക്കാൻ മൈക്കിൾ അവരുടെ മുഖത്ത് മാസ്കുകൾ ധരിപ്പിച്ചിരുന്നു. ഒരിക്കൽ അവന്റെ മകൾ പാരിസ് അവനോട് ചോദിച്ചു, "ഡാഡി, എന്തിനാണ് പുറത്തു പോകുമ്പോൾ ആളുകൾ ഡാഡിയുടെ ഫോട്ടോകൾ എടുക്കുന്നത്? എല്ലാവരും എന്തിനാണ് ഡാഡിയെ നോക്കി അലറി വിളിക്കുന്നത്?" ആ ചോദ്യം മൈക്കിളിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. തന്റെ മക്കൾക്ക് തന്നെ ഒരു സാധാരണ അച്ഛനായി മാത്രമേ അറിയൂ. താൻ ആരായിരുന്നുവെന്നും താൻ സംഗീതലോകത്ത് സൃഷ്ടിച്ച വലിയ സാമ്രാജ്യം എന്തായിരുന്നുവെന്നും അവർ കണ്ടിട്ടില്ല. പഴയ വീഡിയോകളിൽ മാത്രമേ അവർ അതൊക്കെ കണ്ടിട്ടുള്ളൂ. താൻ ലോകം കീഴടക്കിയ കിങ് ഓഫ് പോപ്പ് ആയിരുന്നുവെന്ന് തന്റെ സ്വന്തം മക്കൾ നേരിട്ട് കാണണം എന്നവൻ ആഗ്രഹിച്ചു. തന്നെ പരിഹസിക്കുന്ന മാധ്യമങ്ങൾക്കും തന്നെ എഴുതിത്തള്ളിയ സംഗീതലോകത്തിനു മുന്നിൽ തന്റെ പൂർവ്വകാല പ്രതാപത്തോടെ ഒന്ന് തലയുയർത്തി നിൽക്കണം. തന്റെ മക്കൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം, "അതെ, മൈക്കിൾ ജാക്സനാണ് ഞങ്ങളുടെ അച്ഛൻ" എന്ന്. അതിനവന് ഒരു വലിയ സ്റ്റേജ് ഷോ കൂടിയേ തീരൂ. മാത്രമല്ല, തന്റെ വലിയ കടങ്ങൾ വീട്ടാനും തന്റെ മക്കൾക്ക് സ്വന്തമായൊരു വലിയ വീട് വാങ്ങാനും അവന് പണം അത്യാവശ്യമായിരുന്നു. ഒടുവിൽ മൈക്കിൾ ഒരു വലിയ തീരുമാനമെടുത്തു. സംഗീത ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിന് അവൻ തയ്യാറെടുക്കുകയായിരുന്നു. 2008 അവസാനത്തോടെ അമേരിക്കയിലെ ഏറ്റവും വലിയ ലൈവ് പരിപാടികൾ നടത്തുന്ന AEG ലൈവ് എന്ന കമ്പനിയുമായി അവൻ ചർച്ചകൾ തുടങ്ങി. ലണ്ടനിലെ പ്രശസ്തമായ O2 അറീനയിൽ വെച്ച് വെറും 10 കച്ചേരികൾ നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. 10 ഷോകൾ ചെയ്താൽ തനിക്കാവശ്യമായ പണം ലഭിക്കുമെന്നും തന്റെ ആരോഗ്യം വെച്ച് 10 ഷോകൾ ചെയ്യാൻ കഴിയുമെന്നും മൈക്കിൾ കണക്കുകൂട്ടി. മാസങ്ങൾ നീണ്ട രഹസ്യ ചർച്ചകൾക്ക് ശേഷം അവർ ആ കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ആ ചരിത്ര മുഹൂർത്തം വന്നെത്തി. 2009 മാർച്ച് 5. ലണ്ടനിലെ O2 അറീനയ്ക്ക് പുറത്ത് 10,000കണക്കിന് ആരാധകർ തടിച്ചുകൂടി. ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ വാർത്താ ചാനലുകളുടെ ക്യാമറകൾ അവിടെ നിരന്നു. എന്താണ് മൈക്കിൾ ജാക്സൺ പറയാൻ പോകുന്നത് എന്നറിയാൻ ലോകം മുഴുവൻ TV സ്ക്രീനുകൾക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചിരുന്നു. വലിയ സ്ക്രീനുകളിൽ മൈക്കിളിന്റെ പഴയ നൃത്തച്ചുവടുകൾ മിന്നിമറിഞ്ഞു. പശ്ചാത്തലത്തിൽ വലിയ ശബ്ദത്തോടെ അവൻ പാടിയ പാട്ടുകൾ മുഴങ്ങിക്കേട്ടു. പെട്ടെന്ന് ഒരു വലിയ ബസ് ആ വേദിക്ക് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും കറുത്ത നിറത്തിലുള്ള വെള്ളി ലൈനുകളുള്ള അതിമനോഹരമായൊരു ജാക്കറ്റും കറുത്ത സൺഗ്ലാസും ധരിച്ചവൻ പുറത്തിറങ്ങി. അതെ, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ജനങ്ങളുടെ രാജാവ് അവരുടെ മുന്നിലേക്ക് വരികയാണ്. ജനക്കൂട്ടം ഭ്രാന്തന്മാരെപ്പോലെ അലറിക്കരഞ്ഞു. പലരും വിതുമ്പുന്നുണ്ടായിരുന്നു. വർഷങ്ങളുടെ ദുരിതങ്ങൾക്കൊടുവിലും അവന്റെ മുഖത്ത് ആ പഴയ ആകർഷണീയമായ പുഞ്ചിരിയുണ്ടായിരുന്നു. മൈക്കിളിനു മുന്നിലേക്ക് വന്നു. ആ വലിയ ജനക്കൂട്ടത്തെ നോക്കി അവൻ കൈകൾ ഉയർത്തി. ചുറ്റും കാതടപ്പിക്കുന്ന നിലവിളികൾ മാത്രം. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം പതിയെയായിരുന്നു, എന്നാൽ ആ വാക്കുകൾക്ക് വലിയൊരു പ്രകമ്പനമുണ്ടായിരുന്നു.
ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ദിസ് ഈസ് ഇറ്റ്. അതെ, ഇതാണ് എൻ്റെ അവസാനത്തെ പ്രകടനം. ലണ്ടനിൽ വെച്ച് ഞാൻ എൻ്റെ ആരാധകരെ കാണും. ഞാൻ പാടാൻ പോകുന്ന പാട്ടുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. ഇതാണ് എൻ്റെ അവസാനത്തെ ഷോ. ദിസ് ഈസ് ഇറ്റ്. തൻ്റെ വിരലുകൾ കൊണ്ട് വിക്ടറി ചിഹ്നം കാണിച്ചവൻ പറഞ്ഞു, ജൂലൈയിൽ നമുക്ക് കാണാം. ഐ ലവ് യു സോ മച്ച്. ഇത്രയും പറഞ്ഞ് അവൻ വേദിയിൽ നിന്നും മടങ്ങി. വെറും 3 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആ പത്രസമ്മേളനം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി. വാർത്താ ചാനലുകൾ വലിയ തലക്കെട്ടുകൾ നൽകി. പോപ്പ് രാജാവിൻ്റെ തിരിച്ചുവരവ്. പിറ്റേ ദിവസം ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. സംഘാടകരായ കമ്പനി പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പിന്നീട് നടന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് മിനിറ്റുകൾക്കുള്ളിൽ ക്രാഷായി. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചതായിരുന്നു കാരണം. ചരിത്രത്തിൽ ഇന്നുവരെ ഒരു കലാകാരനും ലഭിക്കാത്തത്ര വലിയ സ്വീകാര്യത. 1 സെക്കൻഡിൽ 16 ടിക്കറ്റുകൾ എന്ന നിരക്കിലാണ് വിറ്റുപോയത്. 10 കച്ചേരികൾ എന്നത് ജനങ്ങളുടെ തള്ളിക്കയറ്റം കാരണം സംഘാടകർ കൂട്ടിത്തുടങ്ങി. അത് 15ആയി, 30ആയി, ഒടുവിലത് 50 കച്ചേരികളായി മാറി. എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റുതീർന്നു. 10 ലക്ഷത്തിലധികം ആളുകളാണ് ടിക്കറ്റ് വാങ്ങിയത്. ചരിത്രം മാറ്റിയെഴുതപ്പെടുകയായിരുന്നു. തന്നെ ലോകം എഴുതിത്തള്ളി എന്ന് കരുതിയ മൈക്കിളിന് ലഭിച്ച ഏറ്റവും വലിയ മറുപടിയായിരുന്നു അത്. പുറത്ത് ലോകം മുഴുവൻ ആവേശത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. തെരുവുകളിൽ അവൻ്റെ പാട്ടുകൾ വീണ്ടും ഉച്ചത്തിൽ കേട്ടുതുടങ്ങി. എന്നാൽ ആ സമയത്ത് ഹോട്ടലിലെ അടച്ചിട്ട വലിയ മുറിക്കുള്ളിൽ ആ വലിയ മനുഷ്യൻ ഭയന്നു വിറയ്ക്കുകയായിരുന്നു. 10 ഷോകൾ ചെയ്യാൻ മാനസികമായി തയ്യാറെടുത്തിരുന്ന അവനോട് ചോദിക്കാതെയാണ് കമ്പനി അത് 50 ഷോകളാക്കി മാറ്റിയത്. 50 വയസ്സുള്ള, അനേകം അസുഖങ്ങൾ അലട്ടുന്ന ഒരു മെലിഞ്ഞ ശരീരത്തിന് 50 വലിയ കച്ചേരികൾ തുടർച്ചയായി ചെയ്യാൻ കഴിയുമോ എന്നവൻ ഭയന്നു. സ്റ്റേജിലെ ആ വലിയ ഊർജവും നൃത്തച്ചുവടുകളും പുറത്തെടുക്കാൻ തനിക്ക് കഴിയുമോ എന്നവൻ ഭയന്നു. ഒരു വശത്ത് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ചരിത്രപരമായൊരു തിരിച്ചുവരവ്, മറുവശത്ത് കടക്കിണിയിൽ നിന്നും രക്ഷപ്പെടാനും സ്വന്തം മക്കൾക്ക് മുന്നിൽ തൻ്റെ പ്രതാപം തെളിയിക്കാനുമുള്ള അവസാനത്തെ അവസരം. പരാജയപ്പെടാൻ അവൻ അവകാശമില്ലായിരുന്നു. ഇതിൽ തോറ്റാൽ പിന്നെ ഒരു തിരിച്ചുവരവ് മൈക്കൽ ജാക്സന്റെ ജീവിതത്തിലുണ്ടാവില്ല എന്നവൻ ഉറപ്പായിരുന്നു. അതെ, ദിസ് ഈസ് ഇറ്റ്. ഇതാണ് അവസാനത്തെ അവസരം. സ്വന്തം ശരീരത്തിൻ്റെ പരിമിതികളെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യന് എത്രത്തോളം ശ്രമിക്കാൻ കഴിയും? 50 വയസ്സുള്ള, അനേകം അസുഖങ്ങൾ കാർന്നു തിന്നുന്ന, ഉറക്കമില്ലാതെ തീർത്തും അവശനായ ഒരു മനുഷ്യൻ. പക്ഷേ ലോകം അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് 25കാരനായ, ഊർജ്ജസ്വലനായ ആ പഴയ പോപ്പ് രാജാവിനെയാണ്. താൻ പരാജയപ്പെട്ടാൽ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തൻ്റെ ജീവനായ മക്കളുടെ ഭാവിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ തൻ്റെ ജീവൻ പണയം വെച്ചും ആ വലിയ സ്റ്റേജിലേക്ക് കയറാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ ആ തിരിച്ചുവരവിനായി അവൻ നൽകേണ്ടി വന്ന വില സ്വന്തം ജീവനായിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ലണ്ടനിലെ ആ വലിയ പ്രഖ്യാപനത്തിന് ശേഷം മൈക്കൽ ജാക്സൺ നേരെ പോയത് ലോസ് ഏഞ്ചൽസിലേക്കാണ്. ദിസ് ഈസ് ഇറ്റ് എന്ന വലിയ തിരിച്ചുവരവ് കച്ചേരികൾക്കുള്ള പരിശീലനം അവിടെ തുടങ്ങുകയായിരുന്നു. ലോസ് ഏഞ്ചൽസിലെ സ്റ്റേപ്പിൾ സെന്റർ എന്ന വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു അതിനുള്ള റിഹേഴ്സലുകൾ നടന്നത്. 50 വലിയ ഷോകൾ, 10 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനകം തന്നെ വിറ്റുപോയിരിക്കുന്നു. സ്പോൺസർമാരും സംഘാടകരായ AEE ലൈവ് കമ്പനിയും കോടികളാണ് ഡോളറുകൾ ഇതിനായി ഇറക്കിയിരിക്കുന്നത്. മൈക്കൽ എന്ന ഒറ്റ മനുഷ്യന്റെ ചുമടിലായിരുന്നു ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഭാരവും. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും വലിയൊരു സാമ്പത്തിക തകർച്ചയായിരിക്കും ഫലം. ഒരു വശത്ത് വലിയ ഒരുക്കങ്ങളായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഡാൻസർമാരെയും മ്യൂസീഷ്യൻസിനെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഓഡിഷൻ ചെയ്ത് അവർ തെരഞ്ഞെടുത്തു. കൂറ്റൻ LED സ്ക്രീനുകൾ, വായുവിൽ പറക്കുന്ന സ്റ്റേജുകൾ, മാന്ത്രിക വിദ്യകൾ, 3D എഫക്റ്റുകൾ. സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയമൊരുക്കാനായിരുന്നു പ്രശസ്ത സംവിധായകനായ കെന്നി ഓർട്ടേഗയുടെ പ്ലാൻ. എന്നാൽ ഈ വലിയ വർണ്ണവിളക്കുകൾക്കും കാതടപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങൾക്കും നടുവിൽ നിന്നിരുന്ന മൈക്കിളിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു? ഏകദേശം 60 കിലോയിൽ താഴെ മാത്രമായിരുന്നു അപ്പോൾ അവൻ്റെ ശരീരഭാരം. തീർത്തും മെലിഞ്ഞുണങ്ങിയൊരു ശരീരം. ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അവന് കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും ഒരു ചെറിയ കഷ്ണം ചിക്കനോ കുറച്ച് പച്ചക്കറികളോ മാത്രമായിരുന്നു അവൻ കഴിച്ചിരുന്നത്. മണിക്കൂറുകളോളം നീളുന്ന കഠിനമായ റിഹേഴ്സലുകൾക്കിടയിൽ അവൻ എഴുന്നേൽക്കാൻ പോലും കഴിയാത്തത്ര ക്ഷീണം അനുഭവപ്പെട്ടു. സ്റ്റുഡിയോയിലെ കടുത്ത ചൂടിലും അവന് വലിയ തണുപ്പ് അനുഭവപ്പെട്ടു. അവൻ എപ്പോഴും ഒന്നിലധികം ഷർട്ടുകളും വലിയ ജാക്കറ്റുകളും ധരിച്ചാണ് റിഹേഴ്സലുകൾക്ക് വന്നിരുന്നത്.
ഇടയ്ക്കിടെ അവന് വലിയ വിറയൽ അനുഭവപ്പെട്ടു. ഇതെല്ലാം കണ്ട കെന്നി ഓർട്ടേഗ പലപ്പോഴും സംഘാടകരോട് മൈക്കിളിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവൻ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുകയാണ്, അവനെക്കൊണ്ട് ഈ 50 ഷോകൾ തുടർച്ചയായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഓർട്ടേഗ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അതൊന്നും കേൾക്കാൻ സംഘാടകർ തയ്യാറായില്ല. ഷോ നടന്നില്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറുകളുടെ വലിയ ബാധ്യതയുണ്ടാകുമെന്നവർ ഭയന്നു. എന്തിനാണ് ഇത്രയധികം വേദനകൾ സഹിച്ച് മൈക്കിൾ ഇത് ചെയ്യാൻ തയ്യാറായത്? അവന് വേറെ വഴിയില്ലായിരുന്നു. കടക്കാരുടെ വലിയൊരു നിര പുറത്തവനെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. താൻ പരാജയപ്പെട്ടാൽ തന്റെ മക്കൾക്ക് ഭാവിയിൽ തെരുവിലിറങ്ങേണ്ടി വരുമെന്ന് അവൻ ഭയന്നു. എങ്ങനെയെങ്കിലും ഈ 50 ഷോകൾ തീർക്കുക, അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് കടങ്ങൾ വീട്ടുക, പിന്നെ ഒരു വലിയ വീട് വാങ്ങി മക്കളോടൊപ്പം ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കുക. ഇതായിരുന്നു മൈക്കിളിന്റെ അവസാനത്തെ വലിയ സ്വപ്നം. ഈ സ്വപ്നത്തിലേക്ക് അവന് നടന്നെത്താൻ വെറും ഏതാനും ആഴ്ചകൾ മാത്രമായിരുന്നു ബാക്കി. എന്നാൽ അവന്റെ ഏറ്റവും വലിയ ശത്രു ആ സമയത്ത് അവനെ ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങി. ആ ശത്രുവിന്റെ പേരായിരുന്നു ഉറക്കമില്ലായ്മ, ഇൻസോംനിയ. എത്ര ക്ഷീണിച്ചാലും ശരീരത്തിൽ എത്ര വേദനകൾ സഹിച്ചാലും മൈക്കിളിന് രാത്രികളിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രിയാകുമ്പോൾ കാരോൾവുഡ് ഡ്രൈവിലെ ആ വലിയ വാടക വീട്ടിലെ ബെഡ്റൂമിൽ അവൻ കണ്ണുകൾ തുറന്നുകിടന്നു. പിറ്റേ ദിവസം തനിക്ക് വലിയൊരു റിഹേഴ്സലുണ്ടെന്നും അതിനായി തന്റെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണെന്നും അവൻ അറിയാമായിരുന്നു. പക്ഷേ ഉറക്കം മാത്രം അവനെ തേടി വന്നില്ല. തന്റെ മനസ്സെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതെങ്ങനെ ഓഫ് ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്നും അവൻ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു. ചിന്തകൾ അവന്റെ തലച്ചോറിനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വലിയ പ്രതിസന്ധിയിലാണ് ഡോക്ടർ കോൺറാഡ് മുറെ എന്ന വ്യക്തി മൈക്കിളിന്റെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും കടന്നുവരുന്നത്. മാസം $1.5 ലക്ഷം എന്ന ഭീമമായ ശമ്പളത്തിലായിരുന്നു ഈ ഷോകൾ കഴിയുന്നതുവരെ മൈക്കിളിന്റെ പേഴ്സണൽ ഡോക്ടറായി AEG കമ്പനി അദ്ദേഹത്തെ നിയമിച്ചത്. മൈക്കിളിനെ എങ്ങനെയെങ്കിലും ഉറക്കുക എന്നതായിരുന്നു മുറയുടെ പ്രധാന ജോലി. സാധാരണ ഉറക്കഗുളികകളൊന്നും മൈക്കിളിന്റെ ശരീരത്തിൽ ഏശിയിരുന്നില്ല. അവിടെയാണ് പ്രൊപ്പഫോൾ എന്ന അതിശക്തമായ അനസ്തേഷ്യ മരുന്നിന്റെ ഉപയോഗം തുടങ്ങുന്നത്. വലിയ സർജറികൾ ചെയ്യുമ്പോൾ രോഗികളെ ബോധം കെടുത്താൻ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു കെമിക്കലായിരുന്നു അത്. എന്നാൽ മൈക്കിൾ അതിനെ വിളിച്ചിരുന്നത് തന്റെ പാൽ എന്നായിരുന്നു. കാരണം ആ മരുന്നിന് പാലിന്റെ വെള്ള നിറമായിരുന്നു. തനിക്കുറങ്ങാൻ കുറച്ച് പാൽ തരൂ എന്നവൻ ഡോക്ടറോട് കെഞ്ചുമായിരുന്നു. തന്റെ ബെഡ്റൂമിൽ ഒരു IV ഡ്രിപ്പ് വഴി ദിവസവും രാത്രി ആ അനസ്തേഷ്യ മരുന്ന് ശരീരത്തിലേക്ക് കയറ്റിയാണ് അവൻ ഉറങ്ങിയിരുന്നത്. അതൊരു സ്വാഭാവിക ഉറക്കമായിരുന്നില്ല, മറിച്ചൊരു കൃത്രിമ കോമ അവസ്ഥയായിരുന്നു. ഒരു ഡോക്ടറുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രം നൽകേണ്ട ഒരു മരുന്ന് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഒരു ബെഡ്റൂമിൽ വെച്ച് ഡോക്ടർ മുറെ മൈക്കിളിന് ദിവസവും നൽകിപ്പോന്നു. ഇതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ജൂൺ മാസം പകുതിയായപ്പോഴേക്കും കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോകാൻ തുടങ്ങി. പല റിഹേഴ്സലുകൾക്കും മൈക്കിൾ വന്നില്ല. വന്ന ദിവസങ്ങളിൽ തന്നെ അവന് സ്റ്റേജിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ പാതി വഴിയിൽ നിർത്തി അവശനായി മടങ്ങി. ചില ദിവസങ്ങളിൽ അവൻ വല്ലാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു. താൻ എവിടെയാണെന്ന് പോലും അവന് മനസ്സിലായില്ല. തന്റെ സ്വന്തം പാട്ടുകളുടെ വരികൾ അവൻ മറന്നുപോയി. ഇതിനെല്ലാം കാരണം അമിതമായ അനസ്തേഷ്യ മരുന്നിന്റെ ഉപയോഗമായിരുന്നു. സംഘാടകർക്ക് കടുത്ത ദേഷ്യം വന്നു. അവർ മൈക്കിളിനെയും കെന്നി ഓർട്ടേഗയെയും ഡോക്ടർ മുറയെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. വലിയൊരു വാഗ്വാദമാണ് അവിടെ നടന്നത്. നീ ഈ ഷോകൾ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ സാമ്പത്തികമായി ഇല്ലാതാക്കും. നിന്റെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ പരിപാടി നടന്നില്ലെങ്കിൽ അതിന് മുഴുവൻ ഉത്തരവാദി നീ മാത്രമായിരിക്കും എന്ന് സംഘാടകർ മുഖത്തുനോക്കി ഭീഷണിപ്പെടുത്തിയതായി പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. ആ ഭീഷണി മൈക്കിളിനെ വല്ലാതെ ഭയപ്പെടുത്തി. തന്റെ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് അവൻ കരുതി. അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. തനിക്ക് മറ്റാരുടെയും സഹായം ലഭിക്കില്ലെന്ന് അവന് മനസ്സിലായി. തന്റെ ജീവൻ കൊടുത്തും ഈ ഷോകൾ ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. തന്റെ മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി താൻ പോരാടും. ജൂൺ 23, 24 തീയതികളിൽ സ്റ്റേപ്പിൾ സെന്ററിൽ നടന്ന റിഹേഴ്സലുകളിൽ ലോകം വീണ്ടും ആ പഴയ മൈക്കിൾ ജാക്സനെ കണ്ടു. അതൊരത്ഭുതമായിരുന്നു. കാതടപ്പിക്കുന്ന സംഗീതം, കണ്ണഞ്ചിപ്പിക്കുന്ന ലേസർ ലൈറ്റുകൾ, അവയ്ക്കിടയിലൂടെ ഡാൻസർമാർക്കൊപ്പം അവൻ തകർത്ത് നൃത്തം ചെയ്തു. അവന്റെ പ്രശസ്തമായ മൂൺ വാക്ക് അവൻ ഒരിക്കൽ കൂടി ആ സ്റ്റേജിൽ വളരെ സ്മൂത്തായി ചെയ്തു കാണിച്ചു. സ്മൂത്ത് ക്രിമിനൽ, ബില്ലി ജീൻ, ഡേഞ്ചറസ്, ഒടുവിൽ അവന്റെ പ്രിയപ്പെട്ട എർത്ത് സോങ് എന്നീ പാട്ടുകൾ അവൻ പാടി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത്ഭുതമായിരുന്നു.
കഴിഞ്ഞ ആഴ്ച വരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതിരുന്ന ആ മനുഷ്യനാണോ ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ പാറി നടക്കുന്നത് എന്നവരതിശയിച്ചു. അവന്റെ മുഖത്ത് ആ പഴയ മനോഹരമായ പുഞ്ചിരി തിരികെ വന്നിരുന്നു. അവന്റെ ഉള്ളിലെ ആ വലിയ കലാകാരൻ മരണത്തെപ്പോലും തോൽപ്പിച്ച് പുറത്തു വരികയായിരുന്നു. റിഹേഴ്സൽ കഴിഞ്ഞ് അവൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഡാൻസർമാരെയും ടെക്നീഷ്യന്മാരെയും കെന്നി ഒർട്ടേഗയെയും അവൻ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നമുക്കിത് ഒരുമിച്ച് ചെയ്യണം. നമ്മൾ ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോവുകയാണ്. എന്നിൽ വിശ്വസിച്ചതിന് നന്ദി, അവൻ അവരോട് പറഞ്ഞു. ജൂൺ 24-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം, അതായത് ജൂൺ 25-ന്റെ പുലർച്ചെ ഏകദേശം 1 മണിയോടെ അവൻ സ്റ്റേപ്പിൾ സെന്ററിൽ നിന്നും പുറത്തേക്കിറങ്ങി. കാത്തുനിന്ന ആരാധകർക്ക് നേരെ അവൻ കൈവീശി. ക്യാമറകളുടെ ഫ്ലാഷുകൾക്ക് നേരെ നോക്കി അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. തന്റെ കാറിലേക്ക് കയറുമ്പോൾ അവന്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു. വലിയൊരു കടമ്പ താൻ കടന്നിരിക്കുന്നു. തനിക്കിനിയും സ്റ്റേജിൽ പഴയതുപോലെ പാടാനും നൃത്തം ചെയ്യാനും കഴിയുമെന്ന് അവൻ ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. ഇനിയൊന്ന് നന്നായി ഉറങ്ങണം. ജൂലൈയിൽ ലണ്ടനിലേക്ക് പോകാനുള്ളതാണ്. അവിടെ വലിയൊരു സ്റ്റേഡിയത്തിൽ ലോകം മുഴുവൻ തനിക്കായി കാത്തിരിക്കുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലെ കാരോൾവുഡ് ഡ്രൈവിലുള്ള തന്റെ വലിയ വാടക വീട്ടിലേക്ക് ആ കാർ പോയി. വലിയ ഇരുമ്പു ഗേറ്റുകൾ കടന്ന് ആ കാർ ഉള്ളിലേക്ക് പോയപ്പോൾ പുറത്ത് വലിയൊരു നിശബ്ദതയായിരുന്നു. വീട്ടിലെത്തിയ മൈക്കൽ തന്റെ ബോഡിഗാർഡുകളോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ വിളിച്ചാൽ മതി. തനിക്ക് നന്നായി ഉറങ്ങണം എന്നവൻ അവരോട് പ്രത്യേകം പറഞ്ഞു. അവൻ പതുക്കെ മുകളിലത്തെ നിലയിലുള്ള തന്റെ ബെഡ്റൂമിലേക്ക് നടന്നു കയറി. അവിടെ അവനെ കാത്ത് അവന്റെ ഡോക്ടർ കോൺറാഡ് മുറെ ഇരിപ്പുണ്ടായിരുന്നു. ആ വലിയ വീടിന്റെ താഴത്തെ നിലയിൽ അവന്റെ സ്വന്തം ജീവനായ പ്രിൻസും പാരിസും ബ്ലാങ്കറ്റും നല്ല ഉറക്കത്തിലായിരുന്നു. തന്റെ അച്ഛൻ ദിവസങ്ങൾക്ക് ശേഷം വളരെ സന്തോഷവാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം പോലും അറിയാതെ ആ കുരുന്നുകൾ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങി. എന്നാൽ മുകളിലത്തെ നിലയിൽ മെഡിക്കൽ ഉപകരണങ്ങൾ നിറഞ്ഞ ആ അടച്ചിട്ട മുറിക്കുള്ളിൽ മൈക്കൽ വീണ്ടും ആ വലിയ ശത്രുവിനോട് യുദ്ധം ചെയ്യുകയായിരുന്നു. സമയം പുലർച്ചെ 2 മണിയായി, 3 മണിയായി. മൈക്കിളിന്റെ കണ്ണുകൾ അടഞ്ഞില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നാളത്തെ റിഹേഴ്സലിനെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ അലട്ടി. ലണ്ടനിലെ സ്റ്റേജിൽ താൻ എങ്ങനെ പെർഫോം ചെയ്യും എന്നോർത്ത് അവന്റെ ഉള്ളിൽ വലിയൊരു പരിഭ്രാന്തി അഥവാ ആങ്സൈറ്റി ഉടലെടുത്തു. ഉറങ്ങിയില്ലെങ്കിൽ നാളെ തനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ കഴിയില്ല. അവൻ ഡോക്ടറോട് കെഞ്ചി, ദയവായി എനിക്ക് കുറച്ച് മൽക്ക് തരൂ, എനിക്കൊന്നുറങ്ങണം, എനിക്ക് നാളെ റിഹേഴ്സലുള്ളതാണ്, പ്ലീസ് ഡോക്ടർ, എന്നെ ഒന്നുറക്കൂ എന്നവൻ യാചിച്ചു. ഡോക്ടർ പല ചെറിയ ഉറക്കഗുളികകളും ആൻറ്റി ആങ്സൈറ്റി മരുന്നുകളും നൽകി നോക്കി. പുലർച്ചെ മുതൽ പല തവണയായി വാളിയം, അറ്റിവാൻ, മിഡാസോളം തുടങ്ങിയ മരുന്നുകൾ ശിരകളിലൂടെ നൽകി. പക്ഷേ യാതൊരു ഫലവുമുണ്ടായില്ല. മൈക്കൽ വല്ലാതെ അസ്വസ്ഥനായി. 10 മണിക്കൂറോളമായി അവൻ ഉറങ്ങാൻ ശ്രമിച്ച് പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ നേരം പുലർന്ന് രാവിലെ 10 മണിയോടടുത്ത സമയത്ത് മൈക്കിളിന്റെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ മുറെ ആ തീരുമാനമെടുത്തു. പ്രൊപ്പഫോൾ എന്ന ആ അതിശക്തമായ മരുന്ന് ഒരു സിറിഞ്ചിലെടുത്ത് അദ്ദേഹം മൈക്കിളിന്റെ ശിരകളിലേക്ക് കുത്തിവെച്ചു. മൈക്കിളിന്റെ അസ്വസ്ഥതകൾ പതിയെ കുറഞ്ഞുവന്നു. അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അവന്റെ വലിയ ശ്വാസോച്ഛ്വാസം ശാന്തമായി. ദിവസങ്ങളുടെ കടുത്ത ക്ഷീണത്തിനു ശേഷം എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് അവൻ ആ വലിയ ബെഡിൽ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു. ആ ഉറക്കം അതവനെ അവൻ ആഗ്രഹിച്ച ആ ലോകത്തേക്ക് കൊണ്ടുപോകുമോ? ലണ്ടനിലെ ആ വലിയ സ്റ്റേജിൽ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ വലിയ തിരിച്ചുവരവിലേക്ക് അവൻ ഉണരുമോ? അതോ ഇനിയൊരിക്കലും അവൻ ആ കണ്ണുകൾ തുറക്കില്ലേ? 2009 ജൂൺ 25 ലോസ് ഏഞ്ചൽസിലെ കെറോൾവുഡ് ഡ്രൈവിലുള്ള ആ വലിയ വാടക വീടിന്റെ മുകളിലത്തെ നിലയിലെ ആഡംബരപൂർണമായ കിടപ്പുമുറി. പുറത്ത് സൂര്യൻ ഉദിച്ചുയർന്നിട്ടും ആ മുറിയിൽ കനത്ത അന്ധകാരം തളം കെട്ടി നിന്നിരുന്നു. ജനൽവിരികൾ പൂർണ്ണമായും വലിച്ചിട്ടിരുന്നു. മുറിക്കുള്ളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ നേരിയ ശബ്ദം മാത്രം കേൾക്കാം. ദിവസങ്ങളുടെ കടുത്ത ഉറക്കമില്ലായ്മയ്ക്കും ശാരീരിക വേദനകൾക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത ഇതിഹാസം ആ വലിയ കട്ടിലിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. 10 മണിക്കൂറോളം ഉറക്കത്തിനായി യാചിച്ചതിനു ശേഷം തന്റെ വ്യക്തിഗത ഡോക്ടറായ കോൺറാഡ് മുറെ നൽകിയ പ്രൊപ്പോഫോൾ എന്ന അതിശക്തമായ അനസ്തേഷ്യ മരുന്നിന്റെ ലഹരിയിലായിരുന്നു അവൻ. അതൊരു സ്വാഭാവിക ഉറക്കമായിരുന്നില്ല. ശസ്ത്രക്രിയകൾക്കിടയിൽ രോഗികൾക്ക് നൽകുന്ന കൃത്രിമ കോമ അവസ്ഥയായിരുന്നു അത്. ഒരു ഡോക്ടർ നിമിഷനേരം പോലും കണ്ണു തെറ്റാതെ നോക്കേണ്ട അതിതീവ്രമായ അവസ്ഥ. എന്നാൽ ആ മുറിയിൽ മൈക്കിളിന് കാവലിരിക്കേണ്ട ഡോക്ടർ മുറെ തന്റെ കടമ മറന്നു.
രാവിലെ 10:40 മൈക്കിളിന്റെ സിരകളിലേക്ക് മരുന്ന് കുത്തിവെച്ച ശേഷം മുറെ ആ മുറിയിൽ നിന്നും പുറത്തുപോയി. ബാത്റൂമിൽ പോകാനും തന്റെ കാമുകിമാരോടും സുഹൃത്തുക്കളോടും ഫോണിൽ സംസാരിക്കാനുമായി അദ്ദേഹം ചിലവഴിച്ചത് വിലപ്പെട്ട മിനിറ്റുകളായിരുന്നു. താൻ എത്രത്തോളം വലിയൊരു ദുരന്തത്തിലേക്കാണ് ലോകത്തെ തള്ളിവിടാൻ പോകുന്നതെന്ന് ആ നിമിഷം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. താഴത്തെ നിലയിൽ മൈക്കിളിന്റെ മക്കളായ പ്രിൻസ്, പാരിസ്, ബ്ലാങ്കറ്റ് എന്നിവർ തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ എഴുന്നേറ്റ് വരുന്നതും കാത്തു കളിക്കുകയായിരുന്നു. അച്ഛൻ ഉറക്കമെഴുന്നേറ്റാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, പിന്നെ അദ്ദേഹത്തെ റിഹേഴ്സലിന് യാത്രയാക്കണം. ആ കുരുന്നുകളുടെ ലോകം വളരെ ചെറുതും മനോഹരവുമായിരുന്നു. എന്നാൽ മുകളിലത്തെ നിലയിൽ ആരും ശ്രദ്ധിക്കാനില്ലാതെ കിടന്ന മൈക്കിളിന്റെ ശരീരത്തിൽ പ്രൊപ്പോഫോൾ എന്ന ആ രാസവസ്തു അതിന്റെ ക്രൂരമായ വേല തുടങ്ങിയിരുന്നു. ക്രമേണ മൈക്കിളിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത കുറഞ്ഞുവന്നു. അവന്റെ ഹൃദയമിടിപ്പ് നേരിയതായി. ഒടുവിൽ ആരും കാണാതെ, ആരും കേൾക്കാതെ ലോകത്തെ മുഴുവൻ സംഗീതത്തിന്റെ മാന്ത്രിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ മനുഷ്യന്റെ ഹൃദയം എന്നേക്കുമായി നിലച്ചു. ആ ഞെട്ടിക്കുന്ന നിമിഷം ഏകദേശം 11:50 ഡോക്ടർ മുറെ തിരികെ മുറിയിലേക്ക് വന്നു. മുറിയിലെ അസ്വാഭാവികമായ നിശബ്ദത അദ്ദേഹത്തെ ഞെട്ടിച്ചു. മൈക്കിൾ ശ്വാസമെടുക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പരിഭ്രാന്തനായ മുറെ മൈക്കിളിന്റെ പൾസ് പരിശോധിച്ചു നോക്കി. പൾസ് ഉണ്ടായിരുന്നില്ല. ആ ശരീരം തണുത്തു തുടങ്ങിയിരുന്നു. അവിടെ വെച്ച് മുറെ ചെയ്തത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു. ഒരടിയന്തര സാഹചര്യം വന്നാൽ ഉടൻ തന്നെ 911 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് പാരാമെഡിക്കൽ സംഘത്തെ വിവരമറിയിക്കുക എന്നതാണ് അമേരിക്കയിലെ നിയമം. എന്നാൽ താൻ അനസ്തേഷ്യ മരുന്ന് നൽകിയ വിവരവും നിയമവിരുദ്ധമായ തന്റെ ചികിത്സാരീതികളും പുറത്തറിയുമെന്ന് ഭയന്ന മുറെ പോലീസിനെയോ ആംബുലൻസിനെയോ വിളിക്കാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം സ്വന്തമായി മൈക്കിളിന് CPR നൽകാൻ ശ്രമിച്ചു. മൃദുവായ കിടക്കയിൽ കിടത്തിക്കൊണ്ട് ഒരു കൈകൊണ്ട് CPR നൽകുക എന്ന തികച്ചും അശാസ്ത്രീയമായ രീതിയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇത് യാതൊരു ഫലവും കണ്ടില്ല. പരിഭ്രാന്തി മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം താഴേക്കോടിവന്ന് നിലവിളിക്കാൻ തുടങ്ങി. മൈക്കിളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റും സുരക്ഷാ ജീവനക്കാരനുമായ അൽബർട്ടോ അൽവാരസ് ഓടിയെത്തി. മുറിയിലേക്ക് കയറിയ അൽബർട്ടോ കണ്ടത് കണ്ണുകൾ പകുതി തുറന്ന, വായ പിളർന്ന നിലയിൽ ജീവനില്ലാതെ കിടക്കുന്ന തന്റെ ബോസിനെയാണ്. അൽബർട്ടോ 911-ൽ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും മുറെ അവനെ തടഞ്ഞു. എന്നിട്ട് മുറിയിലുണ്ടായിരുന്ന മരുന്നുകുപ്പികളും സിറിഞ്ചുകളും വേഗത്തിൽ ഒളിപ്പിക്കാൻ തുടങ്ങി. തെളിവുകൾ നശിപ്പിച്ചതിനു ശേഷം മാത്രമാണ്, അതായത് മൈക്കിളിന്റെ ഹൃദയം നിലച്ച് ഏകദേശം 3/4 മണിക്കൂറിന് ശേഷം മാത്രമാണ് 911-ൽ വിളിക്കാൻ മുറെ തയ്യാറായത്. ഹീസ് നോട്ട് ബ്രീതിങ്. ഉച്ചയ്ക്ക് 12:21 ലോസ് ഏഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി കൺട്രോൾ റൂമിലേക്ക് ആ കോൾ വരുന്നത്. ഞങ്ങൾക്ക് അടിയന്തരമായി ഒരു ആംബുലൻസ് വേണം. ഇവിടെ ഒരാൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ബോധമില്ല. കോൾ ചെയ്ത സുരക്ഷാ ജീവനക്കാരൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? ഡോക്ടർമാരാരെങ്കിലും അവിടെയുണ്ടോ? 50 വയസ്സ്. അതെ, അദ്ദേഹത്തിന്റെ ഡോക്ടർ ഇവിടെയുണ്ട്. ഡോക്ടർ CPR നൽകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴാണ് ബോധമിറങ്ങുന്നത്? അതറിയില്ല. ദയവായി വേഗം വരൂ. വിളിച്ച കൃത്യം 3 മിനിറ്റിനുള്ളിൽ പാരാമെഡിക്കൽ സംഘം കരോൾവുഡ് ഡ്രൈവിലെ വീട്ടിലെത്തി. റിച്ചാർഡ് സെനഫ് എന്ന പാരാമെഡിക്കായിരുന്നു ആദ്യമായി മുറിയിലേക്ക് കയറിയത്. അദ്ദേഹം കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന മൈക്കൽ ജാക്സൺ എന്ന ഇതിഹാസം അസ്ഥിപഞ്ജരം പോലെ മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി ഒരു കിടക്കയിൽ ജീവനില്ലാതെ കിടക്കുന്നു. കണ്ണുകൾ തുറിച്ച നിലയിലായിരുന്നു. സെനഫ് പൾസ് പരിശോധിച്ചു നോക്കി. ECG എടുത്തു നോക്കി. ഒരു നേരിയ രേഖ മാത്രമാണ് ആ മോണിറ്ററിൽ തെളിഞ്ഞത്. മൈക്കിൾ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ആ മെഡിക്കൽ സംഘത്തിന് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എങ്കിലും നിയമപ്രകാരം ഡോക്ടർ മരണം സ്ഥിരീകരിക്കുന്നതുവരെ അവർക്ക് ശ്രമം തുടരേണ്ടിയിരുന്നു. അവർ ഉടൻ തന്നെ മൈക്കിളിനെ സ്ട്രെച്ചറിലേക്ക് മാറ്റി ആംബുലൻസിലേക്ക് കയറ്റി. ആ സമയം വീടിന്റെ പടിവാതിലിൽ തന്റെ അച്ഛനെ കൊണ്ടുപോകുന്നത് കണ്ട് 11-കാരിയായ പാരിസ് ജാക്സൺ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്റെ ഡാഡിക്ക് എന്തുപറ്റി? അദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആ പെൺകുട്ടിയുടെ നിലവിളി ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പ്രിൻസും ബ്ലാങ്കറ്റും ഒന്നും മനസ്സിലാകാതെ സ്തംഭിച്ചു നിന്നു. മരണമെന്ന യാഥാർത്ഥ്യം. സൈറൻ മുഴക്കി ആംബുലൻസ് ലോസ് ഏഞ്ചൽസിലെ റൊണാൾഡ് റീഗൻ UCLA മെഡിക്കൽ സെന്ററിലേക്ക് പാഞ്ഞു. ഉച്ചയ്ക്ക് 1:14 മൈക്കിളിനെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. ലോകത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ ഒരു സംഘം അവിടെ അവനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ പരമാവധി ശ്രമിച്ചു. ഹൃദയത്തിലേക്ക് നേരിട്ട് മരുന്നുകൾ കുത്തിവെച്ചു നോക്കി. കൃത്രിമ ശ്വാസം നൽകി. ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് തിരിച്ചുകൊണ്ടുവരാൻ അവർ 1.5 മണിക്കൂറോളം പണിപ്പെട്ടു. എന്നാൽ ആ വലിയ പോരാട്ടം അവസാനിച്ചിരുന്നു. ആശുപത്രി വരാന്തയിൽ മൈക്കിളിന്റെ അമ്മ കാതറീൻ ജാക്സണും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും പ്രാർത്ഥനയോടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഒടുവിൽ വാതിൽ തുറന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ഐ എം സോ സോറി. കാതറീൻ ജാക്സൺ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു.
2009 ജൂൺ 25 ഉച്ചയ്ക്ക് കൃത്യം 2:26 UCLA മെഡിക്കൽ സെന്റർ ഔദ്യോഗികമായി ആ വാർത്ത സ്ഥിരീകരിച്ചു. ദ കിങ് ഓഫ് പോപ്പ് ഈസ് ഡെഡ്. ലോകം നിശ്ചലമായ നിമിഷം. മൈക്കിൾ ജാക്സനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവന്ന നിമിഷം മുതൽ ലോകമാധ്യമങ്ങളുടെ കണ്ണുകൾ UCLA മെഡിക്കൽ സെന്ററിലേക്കായിരുന്നു. ഉച്ചയ്ക്ക് 2:44 പ്രമുഖ എന്റർടൈൻമെന്റ് വെബ്സൈറ്റായ TMZ ആണ് ആ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നത്. മൈക്കിൾ ജാക്സൺ ഡൈസ് എന്ന തലക്കെട്ട് ഇന്റർനെറ്റിൽ തീക്കാറ്റ് പോലെ പടർന്നു. തുടക്കത്തിൽ ആരും അത് വിശ്വസിച്ചില്ല. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് പലരും കരുതി. എന്നാൽ വൈകുന്നേരം 4 മണിയോടെ ലോസ് ആഞ്ചലസ് ടൈംസും പിന്നീട് CNN അടക്കമുള്ള ലോകമാധ്യമങ്ങളും വാർത്ത സ്ഥിരീകരിച്ചു. പിന്നീട് ലോകം കണ്ടത് സാങ്കേതികവിദ്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ്. മൈക്കിൾ ജാക്സൺ മരിച്ചോ എന്നറിയാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം ഗൂഗിളിൽ തിരയാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ ഈ വലിയ ട്രാഫിക് കണ്ട ഗൂഗിളിന്റെ സിസ്റ്റം ഇതൊരു ഹാക്കർമാരുടെ ആക്രമണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഏകദേശം അരമണിക്കൂറോളം പ്രവർത്തനരഹിതമായി. ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ട്വീറ്റുകൾ വന്നതോടെ പൂർണ്ണമായും ക്രാഷായി. വിക്കിപീഡിയയുടെ സെർവറുകൾ തകർന്നു വീണു. AOL മെസഞ്ചർ സംവിധാനം തകരാറിലായി. ലോകമെമ്പാടുമുള്ള വാർത്താ ചാനലുകൾ തങ്ങളുടെ എല്ലാ പരിപാടികളും നിർത്തിവെച്ച് മൈക്കിളിന്റെ പ്രശസ്തമായ മ്യൂസിക് വീഡിയോകൾ തുടർച്ചയായി സംപ്രേക്ഷണം ചെയ്യാൻ തുടങ്ങി. ലോകത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നേതാക്കളും നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ളവരും തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തി. അവൻ വെറുമൊരു ഗായകനായിരുന്നില്ല, അതൊരു പ്രതിഭാസമായിരുന്നു എന്നാണ് എല്ലാവരും ഒരേ സ്വലത്തിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അട്ടിമറി ആരോപണങ്ങളും. മൈക്കിളിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആദ്യ ദിവസം തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ലോസ് ഏഞ്ചൽസ് കൗണ്ടി കൊറോണർ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു. മൈക്കിളിന്റെ വയത്തിൽ ഭക്ഷണത്തിന്റെ യാതൊരു അംശവും ഉണ്ടായിരുന്നില്ല. പകരം നിരവധി ഗുളികകളുടെ അംശം മാത്രമാണുണ്ടായിരുന്നത്. അവന്റെ ശരീരത്തിൽ പലയിടത്തും കുത്തിവെപ്പുകൾ എടുത്തതിന്റെ പാടുകളുണ്ടായിരുന്നു. തലമുടി പലയിടത്തും കൊഴിഞ്ഞുപോയിരുന്നു. പെപ്സി പരസ്യ ചിത്രീകരണത്തിനിടയിൽ പൊള്ളലേറ്റതിനുശേഷം അവൻ വിഗ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവന് ജീവനു ഭീഷണിയാവുന്ന തരത്തിലുള്ള മറ്റസുഖങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. അവന്റെ ഹൃദയവും മറ്റാന്തരിക അവയവങ്ങളും ഒരു 50-കാരൻ്റേതുപോലെ തന്നെ ആരോഗ്യവാനായിരുന്നു. മരണകാരണം അക്യൂട്ട് പ്രൊപ്പഫോൾ ഇൻടോക്സിക്കേഷൻ ആണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിരുന്നു. അതായത് അമിതമായ അളവിൽ അനസ്തേഷ്യ മരുന്ന് നൽകിയതാണ് മരണകാരണം. ഇതോടെ ലോസ് ഏഞ്ചൽസ് പോലീസ് ഇതൊരു കൊലപാതകമായി കേസ് രജിസ്റ്റർ ചെയ്തു. ഡോക്ടർ കോൺറാഗ് മറേ അറസ്റ്റിലായി. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ വൈദ്യശാസ്ത്രീയമായ അനാസ്ഥയ്ക്കും നരഹന്യയ്ക്കും ഡോക്ടർ മറേ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുകയും 4 വർഷത്തെ തടവുശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പണത്തിനുവേണ്ടി ഒരു ഡോക്ടർ തന്റെ രോഗിയുടെ ജീവൻ പണയം വെച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കേസ് മാറി. സ്റ്റേപ്പിൾ സെന്ററിലെ ആ വലിയ വിടവാങ്ങൽ. മൈക്കിൾ ജാക്സൺ എന്നത് ഒരു വ്യക്തിയായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നാകണമെന്ന് കുടുംബവും സുഹൃത്തുക്കളും ആഗ്രഹിച്ചു. 2009 ജൂലൈ 7 ലോസ് ഏഞ്ചൽസിലെ സ്റ്റേപ്പിൾ സെന്റർ. വെറും 2 ആഴ്ചകൾക്ക് മുൻപ് മൈക്കിൾ തന്റെ ദിസ് ഈസ് ഇറ്റ് ഷോയ്ക്ക് വേണ്ടി അവസാനമായി നൃത്തം വെച്ച അതേ വേദി. അവിടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ അവന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒത്തുകൂടി. ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് മൂടിയ 14 കാരറ്റ് സ്വർണം പൂശിയ ആ വലിയ ശവപ്പെട്ടി സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള 250 കോടിയിലധികം ആളുകളാണ്, ബില്യൺ പീപ്പിൾ, തത്സമയം ആ ചടങ്ങ് ടിവിയിലൂടെയും ഇന്റർനെറ്റിലൂടെയും കണ്ടത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തത്സമയം വീക്ഷിച്ച പരിപാടികളിലൊന്നായി അത് മാറി. മരയ കേറി, അഷർ, ലയണൽ റിച്ചി, സ്റ്റീവി വണ്ടർ തുടങ്ങി സംഗീതലോകത്തെ വമ്പന്മാർ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനായി പാട്ടുകൾ പാടി. അഷർ മൈക്കിളിന്റെ ശവപ്പെട്ടിയുടെ അരികിൽ നിന്ന് ഗോൺ ടു സൂൺ എന്ന പാട്ട് പാടുമ്പോൾ കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. മൈക്കിളിന്റെ സഹോദരൻ ജെർമെയിൻ ജാക്സൺ മൈക്കിളിന് ഏറ്റവും പ്രിയപ്പെട്ട സ്മൈൽ എന്ന പാട്ട് പാടിയത് ഏവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. എന്നാൽ ആ ചടങ്ങിനെ ഏറ്റവും വൈകാരികമാക്കിയത് അതൊന്നുമായിരുന്നില്ല.
ചടങ്ങിന്റെ അവസാന നിമിഷം മൈക്കലിന്റെ 11 വയസ്സുകാരിയായ മകൾ പാരിസ് ജാക്സൺ മൈക്കിനു മുന്നിലേക്ക് വന്നു. ലോകം മുഴുവൻ ആ പെൺകുട്ടിയെ ഉറ്റുനോക്കി. കണ്ണുനീർ അടക്കിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ഞാൻ ജനിച്ച നാൾ മുതൽ എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അച്ഛനായിരുന്നു അദ്ദേഹം. എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്: ഐ ലവ് ഹിം സോ മച്ച്." വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ തന്റെ അമ്മായിയായ ജാനറ്റ് ജാക്സന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ടാബ്ലോയിഡുകളും മാധ്യമങ്ങളും അവനെ ഒരു രാക്ഷസനായും വിചിത്ര ജീവിയായും ചിത്രീകരിച്ചപ്പോൾ ആ കുഞ്ഞുമക്കൾക്ക് അവൻ അവരുടെ ലോകം മുഴുവനായ സ്നേഹം മാത്രം നൽകിയൊരച്ഛനായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ചടങ്ങുകൾക്ക് ശേഷം ഗ്ലെൻഡെയിൽ ഫോറസ്റ്റ് മെമ്മോറിയൽ പാർക്കിലെ ഗ്രേറ്റ് മ്യൂസോളിയത്തിൽ വളരെ രഹസ്യമായൊരു ചടങ്ങിൽ മൈക്കലിന്റെ ശരീരം അടക്കം ചെയ്തു. വലിയ സ്വർണ്ണ കവാടങ്ങളുള്ള വിലപിടിപ്പുള്ള മാർബിൾ പതിച്ച ഒരു രാജകീയമായ കല്ലറയിൽ ലോകത്തിന്റെ പോപ്പ് രാജാവ് തന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നു. മരണമില്ലാത്ത സംഗീതം. ഉപസംഹാരം. മൈക്കൽ ജാക്സന്റെ മരണം സംഗീതലോകത്തെ സംബന്ധിച്ച് ഒരു വലിയ പുസ്തകത്തിന്റെ അവസാനത്തെ പേജ് മറിയുന്നതിന് തുല്യമായിരുന്നു. ഗാരി എന്ന വ്യവസായ നഗരത്തിലെ ഒരു ചെറിയ വീട്ടിൽ ദാരിദ്ര്യത്തിലും ഇല്ലായ്മകളിലും ജനിച്ചു വളർന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നുകയറിയതിന്റെ കഥ അവിടെ അവസാനിച്ചു. അവൻ ജീവിച്ചിരുന്ന 50 വർഷങ്ങളിൽ അവൻ അനുഭവിച്ച വേദനകൾക്ക് കണക്കില്ലായിരുന്നു. കുട്ടിക്കാലം അവന് നഷ്ടപ്പെട്ടു. കൗമാരത്തിൽ കടുത്ത വംശീയ അധിക്ഷേപങ്ങൾ നേരിട്ടു. യൗവനത്തിൽ മാധ്യമങ്ങൾ അവനെ മൃഗത്തെപ്പോലെ വേട്ടയാടി. സ്വന്തം കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അവന് പലപ്പോഴും അവഗണനയും ചതിയും നേരിടേണ്ടി വന്നു. കള്ളക്കേസുകൾ അവന്റെ സമ്പത്തും സമാധാനവും നശിപ്പിച്ചു. ഉറക്കം പോലും അവനിൽ നിന്നകന്നുപോയി. ശാരീരികമായി ഒട്ടേറെ അസുഖങ്ങൾ അവനെ കാർന്നു തിന്നു. എന്നിട്ടും അവൻ ലോകത്തിന് നൽകിയത് സ്നേഹവും സമാധാനവും സംഗീതവുമായിരുന്നു. അവൻ ഡാൻസ് ചെയ്തപ്പോൾ ലോകം അവനൊപ്പം ചുവടുവെച്ചു. അവൻ പാടിയപ്പോൾ ലോകം അത് ഏറ്റുപാടി. അതിരില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവൻ ലക്ഷക്കണക്കിന് കുരുന്നുകൾക്ക് ആശ്വാസമായി. ഹീൽ ദ വേൾഡ്, വി ആർ ദ വേൾഡ് തുടങ്ങിയ ഗാനങ്ങളിലൂടെ അവൻ ലോകത്തോട് സമാധാനത്തിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞു. സംഗീതമെന്നത് കേവലം വിനോദമല്ല, മറിച്ച് മനുഷ്യന്റെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണെന്ന് അവൻ തെളിയിച്ചു. ഇന്ന് മൈക്കൽ ജാക്സൺ എന്ന മനുഷ്യനില്ല. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ക്യാമറകളുടെ ഫ്ലാഷുകളില്ലാത്ത, അസത്യങ്ങൾ വിളിച്ചു പറയുന്ന ടാബ്ലോയിഡുകളില്ലാത്ത, കടക്കാരുടെ ഭീഷണികളില്ലാത്ത, യാതൊരു വേദനകളുമില്ലാത്ത ശാന്തമായ ലോകത്തിൽ അവൻ നന്നായി ഉറങ്ങുന്നുണ്ടാകും. എന്നാൽ ആ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങുന്നത് അവന്റെ ശരീരം മാത്രമാണ്. അവന്റെ ആത്മാവ് ഇപ്പോഴും ഈ ലോകത്ത് പാറി നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു സംഗീതം കേൾക്കുമ്പോൾ അറിയാതെ ചുവടുവെക്കുന്ന കാലുകളിൽ, ഒരു വെളുത്ത ഗ്ലൗസ് കാണുമ്പോൾ ഓർമ്മ വരുന്ന രൂപത്തിൽ, നൃത്തം പഠിക്കാൻ തുടങ്ങുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലും മൈക്കൽ ജാക്സൺ എന്ന പോപ്പ് രാജാവ് ഇപ്പോഴും ജീവിക്കുന്നു. കാരണം ശരീരങ്ങൾക്കാണ് മരണമുള്ളത്, ഇതിഹാസങ്ങൾക്ക് മരണമില്ല. അവൻ നടന്നു മറഞ്ഞത് ഇരുളിലേക്കല്ല, മറിച്ച് സംഗീതത്തിന്റെ അനശ്വരതയിലൂടെയുള്ള ഒരു വലിയ മൂൺ വോക്കിലൂടെ കാലത്തിന്റെ ഹൃദയത്തിലേക്കാണ്.